രഘുഗണ മഹാരാജാവ് അദ്ദേഹം ഇങ്ങനെ പല്ലക്കിലേറിയിട്ട് പുറപ്പെടുകയാണ്. അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ പല്ലക്ക് ഏറ്റിക്കൊണ്ടിരിക്കുന്ന 4 പേര് അമാലന്മാരെ ഇരിക്കുമ്പം ആ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വയ്യായ വന്ന സമയത്ത് പല്ലക്കയറ്റാൻ ഒരാളെ കിട്ടാതെ കണ്ടു വന്നപ്പോൾ ഇനിയിപ്പോൾ ആരാണ് രാജാവിൻ്റെ പല്ലക്കയറ്റാൻ ഒരാളെ കിട്ടുക എന്നിങ്ങനെ ആലോചിച്ചിട്ട് അമാലന്മാർ മുഷ്ടിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആര് പെട്ടെന്ന് പകരക്കാരെ കണക്കാക്കിയതുമില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മുമ്പിൽ ഈ കുമാരൻ ഇങ്ങനെ യോഗ്യനായ കുമാരൻ നല്ല തടിമുടുക്കുള്ള ചെറുപ്പക്കാരൻ ആയ ഉണ്ണി ഇങ്ങനെ പോണത് കണ്ടപ്പം ഈ മഹാരാജാവിൻ്റെ അമാലന്മാരെന്ത് ചെയ്തു വെച്ചാൽ അവര് ഈ പല്ലക്കിന്റെ തണ്ട് കൊണ്ടുപോയിട്ട് ഈ കുമാരന്റെ തോളത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നാ ഈ പല്ലക്ക് എന്തിനാ കൊണ്ടുപോയി വെക്കണത് എന്ന് അവർ തിരിച്ചു ചോദിക്കുക അങ്ങനെ ഉണ്ടായില്ല. ആ പല്ലക്ക് വെക്കുമ്പോൾ അങ്ങയുടെ തോളത്ത് ലേശം നേരം വെച്ചോട്ടെ എന്ന് അങ്ങോട്ടും ചോദിച്ചില്ല, രണ്ടും ഉണ്ടായില്ല. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ തൻ്റെ ഈ പല്ലക്ക് എപ്രകാരത്തിലാണോ താൻ ഇങ്ങനെ നടന്നു പോണത് അതേ പ്രകാരത്തിൽ ഒരു ഭാവമാറ്റം ഇല്ലാതെ കണ്ട് അദ്ദേഹം ആ പല്ലക്കുമായിട്ട് മുമ്പിലേക്ക് നടന്നു. ഇങ്ങനെ മുമ്പിലേക്ക് നടന്ന് പോണ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ നടക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ഈ നടത്തത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുമ്പിലേക്ക് പോകുമ്പോഴൊക്കെ മുമ്പിൽ വല്ല പ്രാണികളോ പുഴോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ട് വെച്ചാൽ അതിനൊക്കെ ചവിട്ടി അതൊക്കെ ചത്തുപോവില്ലേ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതിനൊക്കെ മാറി ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ മാറി നടക്കുക കാരണത്താൽ തോളത്തിരിക്കുന്ന പല്ലക്ക് നല്ലോണം കുലുങ്ങി. ഈ കുലുങ്ങിയ പല്ലക്ക് ഇങ്ങനെ അധികം കുലുങ്ങിയപ്പോഴാണ് രാജാവിൻ്റെ തല പോയിട്ട് പല്ലക്കിൻ്റെ തണ്ടമ്മിൽ കുറേശ്ശെ ഇടിക്കുകയും ചെയ്തു. രാജാവിന് കുറേശ്ശെ ദേഷ്യം വന്ന രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഒരു ലേശം പരിഹാസമായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ പുറത്തേക്ക് നോക്കിയിട്ട് അമാലന്മാരോട് ചോദിച്ചു, ഹേയ് എന്താ നിങ്ങൾ ഈ പല്ലക്കെട്ട് ഇങ്ങനെ കുലുക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ അമാലന്മാരെ പറഞ്ഞു, രാജാവേ ഞങ്ങൾ കുലുക്കുകയല്ല, ഞങ്ങളിപ്പോൾ ഇത് കുലുക്കുക. ഞങ്ങൾ എത്ര കാലമായിട്ട് ഈ പല്ലക്ക് ഇങ്ങനെ ഏറ്റിയും കൊണ്ട് നടക്കണവരാണ്, ഞങ്ങൾ കുലുക്കില്ല, ഞങ്ങളല്ല കുലുക്കണത്. പിന്നെ എന്താ വെച്ചാൽ പകരക്കാരനൊരുത്തം വന്നിട്ടുണ്ട്, അവനാണ് ഈ കുലുക്കണതെന്നും പറഞ്ഞു. അപ്പൊ രാജാവ് വിചാരിച്ചത് ഈ പകരം വന്നവൻ ചിലപ്പോൾ നിശയില്ലാത്തവനോ വലിയ വയസ്സനോ അല്ലെങ്കിൽ വലിയ പ്രാപ്തി ഇല്ലാത്തവനോ കഥയില്ലാത്തവനോ ക്ഷീണിച്ച് തളർന്നോ വല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, തളർച്ചയുള്ളവനൊക്കെ ആവും, അതുകൊണ്ടാവും എന്ന് വിചാരിച്ചു രാജാവ് ഈ പല്ലക്കിന്റെ ആ വശത്തിരിക്കുന്ന ശീല നീക്കിയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. നോക്കുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല പ്രാപ്തിയുണ്ട്, ശക്തിയുണ്ട്, കഥയുണ്ട്, കഴിവുണ്ട്, ഊശ്വരുണ്ട്, ഉത്സാഹമുണ്ട്, ഇങ്ങനെയുള്ളൊരു യോഗ്യനായ ചെറുപ്പക്കാരനെ മനഃപൂർവ്വം കുലുക്കാവും എന്ന് വിചാരിച്ചിട്ട് രാജാവ് പരിഹാസമായിട്ട് പറഞ്ഞു, അഹോ കഷ്ടം ഭ്രാത, ഒരു സഹോദര കഷ്ടം തന്നെ, നീ ഒറ്റയ്ക്ക് എത്ര നേരം പല്ല കയറ്റിയിട്ട് തളർന്നൂലോ, നിനക്കാച്ചാൽ ജരാനരിയും ഒന്ന് പിടിപെട്ടു, കഷ്ടം ദീർഘമധ്വാനമേക ഏവ ഊഹിവാൻ, ഇത്രയും നേരം ഒറ്റയ്ക്കല്ലേ ഇപ്പൊ താൻ ഇത് പേറ്റിയത്, അതുകൊണ്ട് വ്യക്തം ഒരു പരിശ്രാന്തോ, കഷ്ടം തന്നെ, ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ നാദിപീവാ, മെലിഞ്ഞുപോയി നീയെ, സംഭനനങ്കോ, കഷ്ടത്തിലായിട്ടുണ്ട് നിന്റെ ശരീരം, ജരസാചോപദ്രുതോ, അങ്ങോട്ട് ജരാനരയും ഒന്ന് പിടിപെട്ടു, ഭവാൻ സഖേനോ ഏവാപര ഏതേ സംഘട്ടിന ഇതി, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് നിനക്കങ്ങോട്ട് ക്ഷീണം തട്ടി, ഇതൊക്കെ വിപരീതമായിട്ടാ പറഞ്ഞത്. നിനക്ക് വാർദ്ധക്യം ഒന്നുമില്ല, പറഞ്ഞ നീ ചെറുപ്പക്കാരനല്ലേ, നിനക്ക് ക്ഷീണം ഒന്നുമില്ല, പറഞ്ഞ ക്ഷീണമൊന്നും ഇല്ലല്ലോ, നല്ല ഉത്സാഹമൊക്കെ കാണാണ്ടല്ലോ, നല്ല യുവാവായിട്ടിരിക്കണം, നീ എന്തിനീ പല്ലവ് കുലിക്കണം എന്നിങ്ങനെ പരിഹാസമായിട്ട് രാജാവ് വിപരീത സമ്പ്രദായത്തിൽ വിപരീതം തോന്നിക്കാനായിട്ട് പറഞ്ഞപ്പം ഈ കുമാരനൊന്നും മിണ്ടിയില്ല, അതിന് മറുപടിയായിട്ടൊന്നും മിണ്ടിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്താ വെച്ചാൽ ആ രാജാവിൻ്റെ ഈ വിദേശ ഭാഷയൊക്കെ കേട്ടപ്പോഴും അദ്ദേഹം എന്തെന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുക, രാജാവ് എന്നോ പ്രജ എന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെയാണ്, കാരണം സ്വജന്മകളേവരെ അവസ്തുനി സംസ്ഥാന വിശേഷേ, അങ്ങനെയാണ്. അഹം മമേത്യ അനധ്യാരോപിത മിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂത തൂഷ്ണീം ശിപികാം പൂർവവധുവാഹ. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ട്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, അഹമ്മമേത്തി അനധ്യാരോപിതം, ഞാനെൻ്റെ എന്നുള്ള ബുദ്ധി ഒന്നിലും ഇല്ലാത്തൊരു മഹാത്മാവാണേ. അതൊക്കെ ഒരു അന്തല്യായി അല്ലേ. അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മഭൂത, ആ ബ്രഹ്മലയത്തിൽ ഇരിക്കണേ ആ യോഗീശ്വരൻ. തൂഷ്ണിയും ഒന്നും ശബ്ദിച്ചില്ല, ഒന്നും മിണ്ടിയില്ല, ഗുണവും ഇല്ല ദോഷവും ഇല്ല, ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പൂർവവധുവാഹ. ശിബിക എന്ന് പറഞ്ഞാൽ പല്ലക്ക് പൂർവവത് പറഞ്ഞാൽ എങ്ങനെയാണോ മുമ്പ് നടത്തിയത് അതുപോലെ തന്നെ നടത്തി. അതായത് തൻ്റെ നടത്തം എങ്ങനെയാണോ ആ നടത്തത്തിൽ വ്യത്യാസമൊന്നും വരുത്തിയില്ല. അതായത് അങ്ങടുള്ള നടത്തം തന്നെ. രാജാവിൻ്റെ ഭാഷയൊന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് ഏറ്റില്ല എന്നാണ് പറഞ്ഞത്. രാജാവിൻ്റെ പല്ലക്കായിട്ട് വീണ്ടും ദേഹം തൻ്റെ പഴയ മട്ടിൽ നടക്കാൻ തുടങ്ങിയപ്പം രാജാവിൻ്റെ തലമണ്ട പോയിട്ട് പിന്നെ ഇടിച്ചു. എടുത്താവുന്ന രാജാവിന് കലശലായിട്ട് ദേഷ്യം വന്നു. രാജാവ് ദേഷ്യം കലശലായിട്ട് പ്രകടിപ്പിക്കുകയും ചോദിച്ചു, കിമിതമരേത്വം ജീവൻ മതോ മാം ഗദർത്ഥേ കൃത്യ ഭർത്തൃശാസനം അതിചരസി
പ്രമത്തസ്യ ചേതേ കരോമി ചികിത്സ ദണ്ഡപാണിരിവ ജനതായ. അതുകൊണ്ട് നീ ഇപ്പം എന്തപ്പം നീ കാണിക്കണത്? നിനക്ക് മനസ്സിലായോ ഞാൻ രാജാവാണ്, പല്ലക്ക് കുലുക്കണോ, നീ നിനക്ക് വേണ്ട ചികിത്സ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലേശം അങ്ങോട്ട് ശുണ്ഠിയെടുത്തു. അപ്പം ഇത്രയും രാജാവ് ഇങ്ങനെ വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നത് കേട്ടപ്പം ഈ കുമാരൻ വിചാരിച്ചു, ഇത്രയും കാലമായിട്ട് താൻ ആരോടും മിണ്ടിയിട്ടില്ല, മറ്റേ അമ്മോട് പോലും മിണ്ടിയിട്ടില്ല. രാജാവിൻ്റെ ഈ ഭാഷ കേട്ടപ്പം ഈ കുമാരന് തോന്നി, ഇവിടെ ചിലപ്പോൾ ഒന്ന് മിണ്ടി നോക്കിയാലോ, ഒന്ന് മിണ്ടിയാൽ ചിലപ്പോൾ നേരെയാവാനൊരു സാധ്യതയുണ്ട്. അപ്പം എന്നാ ഒന്ന് മിണ്ടി നോക്കാം ആര് വിചാരിച്ചു. ഈ രാജാവിൻ്റെ ഭാഷ കേട്ടപ്പം ഏവം ബഹ്വബദ്ധമപി ഭാഷമാണം. രാജാവ് ബഹ്വബദ്ധാണ്. നമ്മളൊക്കെ സാധാരണ അബദ്ധമേ പറയുള്ളൂ. രാജാവ് ബഹ്വബദ്ധം അത്യന്തം വിഡ്ഢിതര രാജാവ് പറയുന്നത്. ആ അബദ്ധം പറയുന്ന രാജാവിനെ നോക്കിയിട്ട് എന്താ വെച്ചാൽ, ഞാൻ രാജാവാണ് എന്നുള്ള രജസാ തമസാനുവിദ്ധേന മതേന, ഈ രജോ ഗുണം തമോ ഗുണം ഉണ്ടാവുമ്പോൾ ഉണ്ടാവണ അഹമ്മതി കാരണം അതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പണ്ഡിതമാനിനെ വലിയ വിവരമുള്ള ആളാന്ന് നിരീച്ച് പറയണേ. അപ്പോൾ ഈ ബ്രാഹ്മണൻ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആദ്യമായിട്ട് ഈ സർവഭൂത സുഹൃത്ത് എല്ലാവരോടും ഒരുപോലെ സ്നേഹവും ഭാവവും ഉള്ള ആ കുമാരൻ ഈ യോഗേശ്വര ചര്യയിൽ അങ്ങനെ ലോകത്ത് താൻ ആരെന്ന് അറിയിക്കാതെ കണ്ട് നടന്നു പോണതായ ആ മഹാത്മാവ് എന്ത് ചെയ്തു, സ്മയമാന ഇവ വിഗതസ്മയ ഇതമാഹ ഒന്ന് മനസ്സിരുത്തിയിട്ട് രാജാവിൻ്റെ നേരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചും കൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജാവിനോട് ആദ്യമായിട്ട് പറയണേ, രാജാവിനോട് നല്ല അദ്ദേഹം ആദ്യമായിട്ടാണ് ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് വായ തുറക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, രാജാവേ അങ്ങ് എന്നോട് പറഞ്ഞില്ലേ എന്ത്, ത്വയോദിതം വ്യക്തം അവിപ്രലബ്ധം ഭർത്തുസമയസ്യാൽ യതി വീരഭാര ഗന്തുര്യതി സ്യാദധിഗമ്യ മധ്വാ പീവേതി രാശൗന വിധം പ്രവാദ എന്നും പറഞ്ഞു. ഒരു സംവാദമാണ്. പറഞ്ഞു, രാജാവേ ത്വയോദിതം വ്യക്തം, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എന്താ കാരണം, ഭർത്തുസമയസ്യാൽ യതി വീരഭാര, ഈ ഭാരം ചുമക്കണോന് ക്ഷീണം തോന്നും, അങ്ങനെ സാധ്യതയുണ്ട്, അങ്ങനെ പതിവുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭാരം ചുമക്കണത് ശരീരമാണ്. ശരീരം ജഡപദാർത്ഥാണ്. ജഡമായ വസ്തുവിന് അങ്ങനെ ഭാരം തോന്നാൻ നിവൃത്തിയില്ല. ജീവനുള്ള വസ്തുവിനല്ലേ ഭാരം തോന്നുള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് അങ്ങനെ ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ എൻ്റെ ഉള്ളിലില്ലായതുകൊണ്ട് എനിക്ക് ഈ ഭാരവും ഇല്ല. പിന്നെ ഇപ്പം അങ്ങ് പറഞ്ഞു മെലിഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നോട് ക്ഷീണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. രാജാവേ, തടിക്കുക, മെലിയ, കറക്കുക, വെളുക്കുക, ക്ഷീണിക്കുക, കേമാവുക എന്നൊക്കെ പറയണത് ഞാൻ ശരീരമാണ് എന്ന് തോന്നണോനേ ഉള്ളൂ. ദേഹേന ജാതസ്യ ഞാൻ ദേഹാണെന്ന് തോന്നണോനേ ഉള്ളൂ. ഹിമേ ന സന്ധി, എനിക്ക് അങ്ങനെ തോന്നണില്ല. അതുകൊണ്ട് എനിക്ക് ഈ വിഷമമില്ല. പിന്നെ അപ്പോൾ ചോദിച്ചു, ഞാൻ രാജാവാണ്, നിനക്ക് വേണ്ട ചികിത്സ ചെയ്യേണ്ടത് ഈ മരിച്ചോ എന്നൊക്കെ ചോദിച്ചു. രാജാവേ, അങ്ങ് രാജാവാണ് എന്ന അങ്ങയുടെ തോന്നല് വെറും ലോക വ്യവഹാരം മാത്രമാണ്. ലോകത്തിലെ ആളുകൾ അങ്ങേ രാജാവേ എന്ന് വിളിക്കൊണ്ട് അങ്ങ് രാജാവായിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. അല്ലിപ്പോൾ അങ്ങേ രാജാവ് എന്ന ആൾക്കാർ വിളിക്കേണ്ടായാൽ ഇപ്പം അങ്ങയുടെ രാജ്യപ്പം ഞാൻ കൈക്കലാക്കി, ഞാനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് വെച്ചാൽ നാട്ടുകാർ എന്നെ അല്ലേ രാജാവേ എന്ന് വിളിക്കുക, അങ്ങേ രാജാവേ എന്ന് വിളിക്കില്ല. അപ്പം അതുകൊണ്ട് ആ കസേരയിൽ ഇരിക്കുമ്പോൾ നാട്ടുകാർ വിളിക്കണമെന്ന് ലോക വ്യവഹാരമേ ഉള്ളൂ. അല്ലാതെ ഒരാളും രാജാവായിട്ട് അങ്ങനെ ജനിച്ചു വരണമെന്നില്ല. ഇവിടെ വന്നിട്ടൊക്കെ പിന്നെ ഒരു കൂട്ടം അങ്ങനെയൊക്കെ ആവുക ചെയ്യുന്നത്. ഇതൊക്കെയാണ് കഥ. പിന്നെ ഇപ്പം എന്താണെന്നാണെങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞു, ഞാൻ വേണ്ട ചികിത്സ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. രാജാവേ, എന്നെ ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ കാരണം, ഉന്മത്ത ജഡവത്സോ സംസ്ഥാം ഗതസ്യമേ വീര ചികിത്സിതേന അർത്ഥക്കിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധ പ്രമത്തസ്യ ച പിഷ്ടപേഷ. എന്നെ ഇപ്പം ഇങ്ങനെ ചികിത്സിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഞാനിപ്പോൾ എങ്ങനെ മത്ത ജഡവൽ, ഒരു ഉന്മത്തനെ പോലെ, ഉന്മാദം, ഈ അന്തല്യായ മത്തൻ എന്ന് പറഞ്ഞാൽ കള്ളൊക്കെ കുടിച്ച് അന്തല്യേണ്ടാവില്ലേ, അത്. പിന്നെ ജഡവൽ സമസ്ഥ, ജഡം ഒരു പൊട്ടന്റെ ജാതിയിൽ അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനിയുടെ മട്ടിൽ നടക്കണ എന്നെ ഉണ്ടോ ചികിത്സിച്ചിട്ട് നേരെയാക്കാൻ സാധിക്കണോ? ഇതൊന്നും ആത്മജ്ഞാനൊന്നും ചികിത്സിച്ചാൽ പോവില്ല രാജാവേ. അതുകൊണ്ട് എന്നെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല. പിഷ്ടപേഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരച്ചത് വീണ്ടും അരയ്ക്കുക. അരച്ചത് പിന്നെ അരച്ചിട്ട് വല്ല കാര്യമുണ്ട്? അത് അരയില്ല. എന്താണ്? അത് നിഷ്ഫലായ പ്രവൃത്തിയാണ്. അതുപോലെയാണ് അങ്ങയുടെ പ്രവൃത്തി എന്നും പറഞ്ഞു. അപ്പം ഈ കുമാരൻ ഇത്രയും വർത്തമാനം പറഞ്ഞപ്പം രാജാവ് എന്തേ ചെയ്തു വെച്ചാൽ, രാജാവിന് ഈ മഹർഷി കുമാരൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അത്രയ്ക്കൊന്നും വിവരം രാജാവിനില്ല. നമ്മളിപ്പോൾ ഒരാൾ പറയുന്നത് മനസ്സിലാക്കണമെങ്കിലും കേൾക്കണമെങ്കിൽ ലേശമൊക്കെ വിവരം വേണം, എന്നാലേ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഇല്ല, ഒന്നും മനസ്സിലാവില്ല. രാജാവിൻ്റെ ഭാഷയൊന്നും ഈ കുമാരൻ പറഞ്ഞതൊന്നും രാജാവിന് മനസ്സിലായില്ല. അപ്പം രാജാവ് എന്തേ ചെയ്തു വെച്ചാൽ, ഇതിങ്ങോട്ട് കേട്ടപ്പം ഏതാവത് അനുവാദ പരിഭാഷയ പ്രത്യുദീര്യ മുനിവര ഉപശമശീല ഉപരത അനാത്മ്യനിമിത്ത ഉപഭോഗേന കർമാരബ്ധം
വിപണയൻ രാജയാനമപി തഥോ വാഹ. വീണ്ടും പല്ലകയറ്റി നടന്നു. അത് അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നൊന്നുമില്ല. നമ്മളൊക്കെ പറയാൻ തുടങ്ങിയ പിന്നെ അവിടെ തെങ്ങുംചേരി ഇവിടെ നിൽക്കും, അനങ്ങില്ല. ഇത് തന്റെ കർത്തവ്യം നടത്തിക്കൊണ്ട് അങ്ങനെ നടക്കുന്നേ. അപ്പോഴാണോ അപ്പൊ എന്തുണ്ടായി? സജാപി പാണ്ഡവേയ എന്ത് സിന്ധു സൗവീരപതി. നോക്കൂ, ആ സിന്ധു സൗവീര മഹാരാജാവ് രഘുഗണൻ അദ്ദേഹത്തെ ചില തത്വജിജ്ഞാസായം അദ്ദേഹത്തിന് ഈ തത്വജിജ്ഞാസയൊക്കെ ഉണ്ട്, അറിയണമെന്ന് മോഹമൊക്കെ ഉള്ളതാണ്. സമ്യക് ശ്രദ്ധയാധികൃതാധികാരസ്ഥൽ ഹൃദയഗ്രന്ഥിമോചനം ദ്വിജവച ആശ്രുത്യ ബഹുയോഗ ഗ്രന്ഥസമ്മതം ത്വരയാവരുഹ്യ ശിരസാ പാദമൂലമുപസൃത ക്ഷമാപയൻ വിഗത നിർവദേവസ്മയ ഉവാച. രാജാവിന് ഈ വർത്തമാനങ്ങളൊന്നും മനസ്സിലായില്ല. ചില ഈ മഹർഷി പറഞ്ഞതൊരു വലിയ കാര്യമാണെന്ന് ധരിച്ചിട്ട് രാജാവ് ആ പല്ലക്കിന്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കുമാരന്റെ, അതായത് ഭരതമുനി കുമാരന്റെ കാൽക്കൽ ചെന്ന് എന്ത് ചെയ്തു? നോക്കൂ, പാദമൂലം ഉപസൃത, പാദമൂലം കാൽക്കൽക്ക് ചെന്നിട്ട് നല്ലോണം അങ്ങോട്ട് ക്ഷമാപയന്, ക്ഷമ ചോദിച്ചും കൊണ്ട് വിഗത നൃപതേവസ്മയ, ഞാൻ വലിയ രാജാവാണെന്നുള്ള നാട്യമൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. രാജാവ് നമസ്കരിച്ചു, നല്ലോണം നമസ്കരിച്ച് തൊഴുതിട്ട് ഈ കുമാരനോട് ചോദിച്ചു, ഹേ മഹാനുഭാവ, കസ്ത്വം, അങ്ങ് ആരാ? നിഗൂഢശ്ചരസിദ്വിജാനം ബിഭരിഷി സൂത്രം കഥമോ വധൂത. അങ്ങ് ഏതോ ഒരു വലിയ മഹാത്മാവാണെന്ന് എനിക്ക് തോന്നുകയാണേ. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഈ ബിഭരിഷി സൂത്രം, ഈ പൂണൂല് ഇങ്ങനെ തോളത്ത് കണ്ടതുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലായി. ഈ പല്ലക്കിന്റെ തണ്ട് കൊണ്ടുപോയിട്ട് വെക്കുമ്പോഴും ഈ നൂല് അവിടെ ഉണ്ട്, അപ്പൊ അത് കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹിമ കാണുന്നത്. അങ്ങ് ബ്രാഹ്മണനാണ് എന്നിപ്പോ എനിക്ക് മനസ്സിലായി. അവന് ചോദിക്കണേ, കസ്യാസി, അങ്ങ് ആരാ? എവിടുത്തെ ആരുടെ മകനാണ് അങ്ങ്? കുത്രത്യ, എവിടുന്ന അങ്ങ് പറഞ്ഞത്? ഇഹാപി കസ്മാത്, എന്തിപ്പോ ഇവിടേക്ക് വരാൻ? ക്ഷേമായ നശ്ചോദസി നോത ശുക്ല, എന്തായാലും ഞങ്ങളെ അനുഗ്രഹിക്കാനാണ് അങ്ങ് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എനിക്കിപ്പോ ഒരു പേടി, വല്ലാത്തൊരു പേടി നല്ലോണം ഉണ്ട് ഉള്ളില്. എന്താ എനിക്ക് പേടി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ ഒരു സംഗതിയും പേടിയില്ല, ഇതിനെ മാത്രമേ പേടിയുള്ളൂ. അതെന്താ? നാഹം വിശങ്കേ സുരരാജവജ്രാൽ നത്രക്ഷശൂലാൽ നയമസ്യ ദണ്ഡാൽ നാഗ്നിർക്കസോമാനില വിത്തപാസ്ത്രാൽ ശങ്കേ ഭൃശം ബ്രഹ്മകുലാവമാനാൽ. അതെനിക്ക് പേടിയാ. നോക്കൂ, നാഹം വിശങ്കേ സുരരാജവജ്രാൽ, ദേവേന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്ന് എനിക്ക് പേടിയില്ല. നത്രക്ഷശൂലാൽ, ഭഗവാൻ ശ്രീപരമേശ്വരന്റെ കയ്യിൽ ഒരു തൃശൂലുണ്ട്, അതിനെയും ഞാൻ ശങ്കിക്കണല്ലേ. പിന്നെ മാത്രല്ല, നയമസ്യ ദണ്ഡാൽ, യമദണ്ഡം, ഒന്നിനെയും പേടിയില്ലാത്തവർക്കും പേടിയുള്ളൊരു സാധനമാണ് യമദണ്ഡം, യമന്റെ ദണ്ഡം, അതിനെ എനിക്ക് പേടിയില്ല. പിന്നെ നാഗ്നിയർക്ക സോമാനില വിത്തപാസ്ത്ര, വായവ്യം, വാരുണം, അഗ്നയ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ജാതി ആയുധങ്ങളുണ്ട്, ഇതിനെയും എനിക്ക് പേടിയില്ല. പക്ഷെ എനിക്ക് പേടിയുള്ളതൊന്നുണ്ട്, അതെന്താ വെച്ചോ? ശങ്കേ, അതേ ഞാൻ പേടിക്കണോ? ശങ്കേ ഭൃശം ബ്രഹ്മകുലാവമാനാത്, അതുകൊണ്ട് ബ്രാഹ്മണനെ നിന്ദിച്ചു എന്നൊരു ഭയം ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങയുടെ തോളത്ത് കയറിയിട്ടല്ലേ ഞാൻ നടന്ന് അങ്ങേ ഞാൻ അപമാനിച്ച് സംസാരിച്ചില്ലേ, എന്തൊക്കെ ചെയ്തു, അപ്പം അതുകൊണ്ടൊരു ബ്രാഹ്മണ നിന്ദ ചെയ്തു എന്നൊരു പേടി ഇപ്പം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കണോ, തദ്ബ്രൂഹി, അതങ്ങ് പറയണം. എന്താ? തദ്ബ്രൂഹ്യ സംഗോ ജഡവന്നിഗൂഢ വിജ്ഞാന വീര്യോ വിചരസ്യ പാര. അങ്ങനെയാണെങ്കിൽ വളരെ കേമനായിട്ട് യോഗ്യനായിട്ട് ഇങ്ങനെ നടക്കണുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, തദ്ബ്രൂഹി, അതങ്ങനെ എനിക്ക് പറഞ്ഞു തരണം. എന്താ? അത് ആളറിയിക്കാതെ കണ്ടൊരു പൊട്ടന്റെ മട്ടിൽ നടക്കണേ അങ്ങ് ആരാ? ഒരു പൊട്ടന്റെ ജാതി മട്ടാണല്ലോ അങ്ങേക്ക്. അന്ന് അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ല. മഹാവിജ്ഞാനിയാണെന്ന് അങ്ങയുടെ സമ്പ്രദായം കണ്ടപ്പോൾ മഹാവിജ്ഞാനിയാണെന്ന് മനസ്സിലായി. അങ്ങയുടെ ഓരോ വാക്കും വചാംസി, വാക്കുകളൊക്കെ യോഗഗ്രഥിതാനി സാധോ, അങ്ങയുടെ വർത്തമാനങ്ങളൊക്കെ യോഗശാസ്ത്രം പുസ്തകം വായിക്കും പോലെ ഉണ്ട്. എന്താ? അങ്ങ് വായ തുറന്നാൽ യോഗശാസ്ത്ര പുസ്തകം വായിക്കണ മാതിരി വിവരം ഉണ്ടാവണം, അത്രയ്ക്ക് വിവരം അങ്ങ് പറയണതേ. അതുകൊണ്ട് നനക്ഷമന്തേ മനസാഭി ഭേത്തും, അങ്ങയുടെ വിവരം മഹാവിവരാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാനേ ഈ കപില മഹർഷിയെ കണ്ട് ഉപദേശം വാങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങ് ഇപ്പം ഇനി ഈ വേഷം മാറി നടക്കണ കപില മഹർഷി എങ്ങാനും ആണോ ആവോ? നമുക്കറിയില്ലല്ലോ, വേഷം മാറി നടക്കുകയാണോ നിശ്ചയമില്ലല്ലോ. അങ്ങ് ആരാണ് മനസ്സിലാവണില്ല കേട്ടോ. എനിക്ക് തോന്നുകയാണേ, ആ സാക്ഷാൽ ഹരിം, ആ സാക്ഷാൽ ഭഗവാനില്ലേ, സാക്ഷാൽ ഹരിം ജ്ഞാനകലാവതീർണം, ആ ജ്ഞാനസ്വരൂപനായിട്ട് അവതരിച്ച കപിലവാസുദേവ ഭഗവാനില്ലേ, ആ ഭഗവാനാണ് അങ്ങെന്നാ ഞാൻ ധരിക്കണത് എന്നും പറഞ്ഞു.
അങ്ങ് ആരാന്നൊന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങോട്ടൊന്ന് ചോദിക്കാനുള്ളതേ, അങ്ങിപ്പോൾ പറഞ്ഞില്ലേ അങ്ങക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിഷമില്ല, ഇതൊക്കെ ശരീരമാണെന്ന് തോന്നണോനേ ഉള്ളൂ, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ആത്മാവിന് ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്കതൊന്നും കേട്ടിട്ട് മനസ്സിലായി. എനിക്ക് ചെറിയ സംശയമുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചു. ചോദിച്ചോളൂ, എന്താ സംശയം എന്നറിയൂ? ഈ ശരീരത്തിന്റെ ഉള്ളിലല്ലേ ഈ ആത്മാവ് ഇരിക്കണത്. അപ്പൊ ശരീരത്തിന് ഉണ്ടാവുന്ന വിഷമൊക്കെ ആത്മാവിനും ഉണ്ടാവില്ലേ? ഇതുപോലെ എന്നാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു ആ ചോദ്യത്തിന് വിശദീകരിക്കാനായിട്ട്. എങ്ങനെ? സ്ഥല്യഗ്നി താപാൽ പയസോഭിതാപ തത്താപത തണ്ടുല ഗർഭരന്ധി ദേഹേന്ദ്രിയാസ്വാശയ സന്നികരിഷാൽ തൽ സംസൃതി പുരുഷസ്യാനുരോധാൽ ചോദിച്ചു. അല്ല, മനസ്സിലായോ? ചോദ്യമാണതേ. ഈ സംസ്കൃതം മാറ്റി പറഞ്ഞ ഒരു രസമില്ല. അങ്ങനെയാ പറയേണ്ടത്. അങ്ങനെ അറിയില്ല. ഞാൻ ചോദിക്കും, സ്ഥല്യഗ്നി താപാൽ പയസോഭിതാപ. നമ്മൾ അടുപ്പത്തേക്ക് ഉരുളി കയറ്റി, അടുപ്പത്ത് ഉരുളി കയറ്റി വെച്ചു. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഉരുളി കയറ്റി വെച്ചു, ഉരുളിയിൽ വെള്ളം ഒഴിച്ചു, അടിയിൽ നല്ല ഉണങ്ങിയ വിറകിട്ട് അങ്ങോട്ട് കത്തിക്കുകയും ചെയ്തു. അപ്പൊ എന്തുണ്ടാവണു? പയസോഭിതാപ, വെള്ളം തിളയ്ക്കും. ശരിയല്ലേ? ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി കഴുകിയിട്ടു. അപ്പൊ എന്തുണ്ടാവണോ? താപത തണ്ടുല ഗർഭരന്ധി. ആ ചൂടുകൊണ്ട് എന്തുണ്ടാവണോ? അടുപ്പത്തേക്ക് വീണ അരി, വെള്ളത്തിലിട്ട അരി വേവണോ? ശരിയല്ലേ ഇത്? അപ്പൊ ഈ അരി ഇപ്പൊ എങ്ങനെയാ വെന്തത്? ഉരുളിയിലിട്ടതുകൊണ്ടോ? അല്ല, അടുപ്പത്തേക്ക് കയറ്റിയതുകൊണ്ട് ഒന്നും അല്ല വെന്തത്. എന്തുകൊണ്ടാ വെന്തത്? അടിയിലിരിക്കുന്ന തീയിന്റെ ചൂടുകൊണ്ടല്ലേ അരി വെന്ത് ചോറായത്. ശരിയല്ലേ ഇത്? പക്ഷെ എന്നാൽ തീയും അരിയും കൂടി കണ്ടു. അടുപ്പിൽ കിടക്കുന്ന തീയെ ഉരുളി കിടക്കുന്ന അരിയായിട്ട് ഒരു ബന്ധവും ഇല്ല. അവർ തമ്മിൽ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, ഒന്നുമില്ല, തൊട്ടിട്ടുമില്ല. ശരിയല്ലേ ഇത്? തീ പോയിട്ട് ഉരുളിയെ തൊട്ടു, ഉരുളിക്ക് ചൂടായി. ഉരുളി പോയിട്ട് വെള്ളത്തിനെ തൊട്ടു, വെള്ളത്തിന് ചൂടായി. വെള്ളം പോയിട്ട് അരിയെ തൊട്ടു, അരിക്ക് ചൂടായി. തൊടാൻ പോണ്ട, ചൂടാവും. കണ്ടിട്ടില്ലേ? തൊട്ട് ഓരോന്നിനെ തൊട്ട് ചൂട് പകരുകയുണ്ടായത്. അങ്ങനെ പകർന്നിട്ടില്ലേ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതുപോലെ ദേഹേന്ദ്രിയാസ്വാശയ സന്നികരിഷാൽ തൽ സംസൃതി പുരുഷസ്യാനുരോധാൽ. ഇതുപോലെ ശരീരത്തിന്റെ അകത്തിരിക്കണ ആത്മാവിന് പുറത്തിരിക്കണ ദുരിതങ്ങള് ബാധിക്കില്ലേന്ന്. ഇതുപോലെ ഉരുളിയുടെ അകത്തിരിക്കണ അരി പുറത്തിരിക്കണ ചൂടുകൊണ്ട് വെന്ത പോലെ. എന്തല്ലോ രാജാവ് നല്ല ഒന്നാം തരം വിവരക്കേടാ ചോദിച്ചത്. അസലെ ക്ലാസ്, ഫസ്റ്റ് എ ഗ്രേഡ് വിവരക്കേടുന്നു. അങ്ങനത്തെ വിഡ്ഢിത്തര രാജാവ് ചോദിച്ചത്. അപ്പൊ രാജാവ് വിഡ്ഢിത്തരം ചോദിച്ച സമയത്ത് അതിന് മറുപടി ആയിട്ട് ഈ കുമാരൻ, ഭരതകുനി കുമാരൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വർത്തമാനം കേട്ടാലേ കോവിദവാദവാദൻ വദസ്യഥോ നാദിവിദം വരിഷ്ഠ നസൂരയോ ഹി, അതല്ലേ, നസൂരയോ ഹി വ്യവഹാരമേനം തത്വാവമരിശേന സഹാമനന്തി. ചോദിച്ചു, രാജാവേ, അങ്ങയുടെ കഥ പറയുകയാണെങ്കിൽ അകോവിദ, അങ്ങക്ക് വലിയ വിവരമൊന്നുമില്ല കേട്ടോ. രാജാവിനോടാ പറയുന്നത്. എന്താ? അങ്ങക്ക് വലിയ വിവരമൊന്നുമില്ല. പക്ഷെ വിവരമില്ലെങ്കിലും കോവിദവാദവാദൻവദസി, അങ്ങക്ക് വലിയ വിവരമൊന്നുമില്ലെങ്കിലും വലിയ വിവരമുള്ളവര് പറയുന്ന ജാതി വർത്തമാനം അങ്ങ് പറയണത്. പണ്ടത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എളുപ്പമല്ല. പണ്ടല്ല, എപ്പോഴും നമ്മൾ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി അങ്ങക്ക് വലിയ വിവരമൊന്നുമില്ല പറഞ്ഞ വിവരം അറിയും നമ്മൾ. എന്ത് ശരിയോ തെറ്റോ? അതൊക്കെ അന്നും ഇന്നും സമം തന്നെയാണ്. അന്നും പോയി നമ്മൾ രാജാവേ ജയ ജയ, രാജാവേ ജയ ജയ എന്ന് പറയും. ഇന്നും പോയി ജയ ജയ എന്ന് പറയും. ഓരോന്ന് തരാക്കി പോരും. പണ്ടും തരാക്കി പോരും. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. നമ്മൾ അനുഭവിക്കുന്നേ. ശരിയോ തെറ്റോ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകത്തിന്റെ കഥയെ. അത് അന്നത്തെ കാലത്തൊക്കെ രാജാക്കന്മാരുടെ മുമ്പിലേക്ക് പോവുകയുണ്ട്. രാജാവിനെ നമ്മൾ അങ്ങനെയൊന്നും നിങ്ങളുടെ രാജാവിന്റെ മുമ്പിലേക്ക് പോയി വർത്തമാനം പറയാനൊന്നും പറ്റില്ല. രാജാവിനോട് വർത്തമാനം പറയുന്നതിനെ നമ്മൾ എന്ത് പറയും? വായ പൊത്തി, കയ്യ് കെട്ടി, തലയെ കെട്ടുണ്ടെങ്കിൽ അത് അഴിച്ച് കക്ഷത്ത് വെച്ച് തൊഴുത് കുനിഞ്ഞു നിന്നിട്ട് രാജാവിനോട്, അങ്ങനെയൊക്കെയാ രാജാവിനോട് പണ്ട് പറയും. എന്നിട്ട് രാജാവിനോട് വർത്തമാനം പറയുമ്പോൾ ആദ്യം തന്നെ രാജാവിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങ് പറയാൻ തുടങ്ങാൻ പാടില്ല. എന്ത് വേണം? മഹാരാജാവ് വിജയിക്കട്ടെ. രാജാവ് തോറ്റിട്ട് 4 കൊല്ലായി. എന്നാൽ ആദ്യം എന്ത് പറയണം? തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം. അതല്ലാണ്ട് പറ്റില്ല. അതൊക്കെ പറയണത് ഒരു ആചാര ഭാഷയാണ്. പിന്നെ എന്ത് പറയണം? മഹാരാജാവ് നീണാൾ വാഴട്ടെ. ശ്വാസം വലിച്ച് കിടക്കുക. വായുഗുളിക അങ്ങനെ ജീരകവെള്ളത്തിൽ ചാലിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നീണാൾ വാഴട്ടെ എന്ന്. ഇതിപ്പോൾ അങ്ങോട്ട് കിടക്കുകയാണേ. ആലോചിച്ച് നോക്കുക. അതൊക്കെ അങ്ങനെ രാജാവ് ഊണഴിച്ച എന്താ പറയുക? ആ മറയത്ത് നമ്മളുണ്ടാലോ കല്ലരി ഉണ്ടോന്നു. നമ്മൾ നല്ല പഴനെല്ലിൻ്റെ അരി പത്തായത്തുനിന്ന് എടുത്തുകൊണ്ടുവന്ന പണിക്കാരത്തെ കുത്തിച്ചേറി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉണ്ടത്. പക്ഷേ നമ്മൾ നല്ല പഴനെല്ലിൻ്റെ അരി ഉണ്ടാലും കല്ലരി ഉണ്ട്. രാജാവ് ആ റേഷൻ കടയിലെ കല്ലും പുഴും ഒക്കെ ഉള്ളത് ഉണ്ടാലും എന്താ പറയുക?
അമറയത്ത്. വ്യത്യാസം മനസ്സിലായില്ലേ? എന്താല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാ. രാജാവ് ഉറങ്ങിയാൽ എന്താ പറയുക? പള്ളിക്കുറുപ്പ്. നാരായണക്കുറുപ്പല്ല, പള്ളിക്കുറുപ്പ്. ശരിയല്ലേ? ഇത് നമ്മൾ ഉറങ്ങിയാലോ കീറപ്പായൽ ചുരുണ്ട് കൂടിയെന്നും പറയും. നമ്മൾ നല്ല മറ്റേ ജാതി കട്ടിലിൻ്റെ മുകളിൽ ത്രശജാതി കിടക്കട മുകളിൽ ഇങ്ങനെ നിവർന്നിങ്ങനെ ആ മറ്റേ സാധനം വലിച്ചിട്ട മാതിരി ഓലയുടെ മടല് കിടക്കുന്നത് കണ്ടാൽ എന്നാലും എന്തേ പറയുള്ളൂ, ചുരുണ്ട് കൂടിയെന്ന്. അപ്പൊ രാജാവുമ്പോ അങ്ങനെയാ. അപ്പൊ രാജാവ് വന്നാൽ എന്താ പറയാ? നമ്മള് മഹാരാജാവ് എഴുന്നള്ളീന്ന്. എന്തള്ളീന്ന്? എഴുന്നള്ളീന്നാ പറയാ. നമ്മൾ വന്നാൽ ഓ രാവിലെ തന്നെ വലിഞ്ഞു കയറി വന്നു എന്നും പറയും. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ രാജാക്കന്മാരുടെയൊക്കെ അങ്ങനെ കൊണ്ടാടുന്ന രാജാവിന്റെ മുമ്പിൽ നിന്നിട്ടാണ് ഈ കുമാരൻ എന്ത് പറയണത്? മഹാരാജാവ് അങ്ങേക്ക് വലിയ വിവരമൊന്നുമില്ല. എത്ര ധൈര്യം ഉണ്ടാവില്ലേ? പറഞ്ഞത് മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ധൈര്യണേ. ആത്മജ്ഞാനികളെ പോലെ ധൈര്യമുള്ളവരാരുണ്ട്? അതാണ് ആത്മജ്ഞാനം. ഈശ്വരജ്ഞാനം കണ്ട് പ്രകാശിച്ചാലേ ഒന്നിൻ്റെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കില്ല. അവരാണ് ശരിയായ ധീരന്മാർ. അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞു കുമ്പിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കും എല്ലാ കാലത്തും. അപ്പൊ നല്ലോണം ധൈര്യം, ആ ഒരു ഉറപ്പുള്ളിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഭഗവാനെ ഉറപ്പിക്കണം. ആ ഭഗവാനെ ഉറപ്പിച്ച മഹാത്മാവിന്റെ കഥയാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, രാജാവേ അങ്ങക്ക് വലിയ വിവരമൊന്നുമില്ല, പക്ഷെ വിവരമുള്ളവര് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ. നസൂരയോഹി വ്യവഹാരമേനം തത്വാവമരിശേന സഹാമനന്തി. വിവരമുള്ളവരാരെങ്കിലും പറയോ രാജാവേ കണ്ടതൊക്കെ സത്യമാണെന്ന്? ഞാൻ അങ്ങോട്ടോ പറയാം. തഥൈവ രാജന്. രാജാവേ അങ്ങ് എന്ത് മനസ്സിലാക്കണം? ഉരുഗാർഹമേധവിതാന വിദ്യോരു വിജൃംഭിതേഷോ നവേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോന്നു ചകാസ്തി സാധു. അങ്ങ് എന്താ മനസ്സിലാക്കിയത്? ഈ ആത്മാവ് ശരീരത്തിന്റെ അകത്തിരിക്കണത് എങ്ങനെയെന്നാ അങ്ങ് മനസ്സിലാക്കിയത്? ഭരണിയില് ശർക്കര ഇരിക്കണ മാതിരി, കുപ്പിയില് വെളിച്ചെണ്ണ ഇരിക്കണ മാതിരി, തീപ്പെട്ടിയില് കൊള്ളി ഇരിക്കണ മാതിരി, പത്തായത്തില് നെല്ലിരിക്കണ മാതിരി ആണെന്നാണോ വിചാരിച്ചത്? അങ്ങനെയൊന്നുമല്ല. ശരിയല്ലേ? ഇതൊക്കെ ഭരണിയില് നമ്മൾ ശർക്കര ഉപ്പൊക്കെ വെച്ചാൽ എങ്ങനെയുണ്ടാവും? ഭരണി കുലുക്കിയാൽ ആരും കുലുങ്ങും? അകത്തിരിക്കണം ശർക്കരയും എന്താ വെച്ചാൽ അത് കുലുങ്ങില്ലേ? വെളിച്ചെണ്ണയുടെ കുപ്പിയിലെ കുപ്പിയുടെ ഉള്ളിൽ വെളിച്ചെണ്ണ ഇരിക്കുമ്പോൾ കുപ്പി കുലുക്കിയാൽ വെളിച്ചെണ്ണയും കുലുങ്ങും. തീപ്പട്ടിയുടെ ഉള്ളിൽ കൊള്ളി ഇരിക്കുമ്പോൾ തീപ്പട്ടി കുലുങ്ങിയാൽ കൊള്ളിയും കുലുങ്ങും. അപ്പം അങ്ങനെയുള്ള അപ്പോൾ പുറത്തിരിക്കണ ചലനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ അകത്തിരിക്കണതിനെ ബാധിക്കണമെന്നല്ല. അങ്ങനെയല്ല ഇരിക്കണതേ. ഇപ്പൊ പാതായത്തിൽ നെല്ലിരിക്കും പോലെ, കുപ്പിയിൽ വെളിച്ചെണ്ണ ഇരിക്കും പോലെ, തീപ്പട്ടിയിൽ കൊള്ളി ഇരിക്കും പോലെ അല്ലേ ആത്മാവ് ഓരോന്നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്? പിന്നെ എങ്ങനെ ഇരിക്കണത്? മാലയില അല്ലേ സ്വർണം ഇരിക്കും പോലെ. എന്തുപോലെ? മാലയിലെ സ്വർണം എവിടെ ഇരിക്കണത്? വടക്കേ ഭാഗത്ത്, പടിഞ്ഞാറേ ഭാഗത്താണോ? മാലയിൽ സ്വർണം എവിടെ ഇരിക്കണത്? ഈ വിളക്കില് ഓട എവിടെ ഇരിക്കണത്? വിളക്കിലല്ലേ ഈ ഓടാണ്. ഓടന്നെയാണ് എന്ത്? വിളക്ക്. ഓടില്ലാത്തൊരു സ്ഥലം വിളക്കുമല്ല. എന്താണ്? ഓടില്ലാത്ത സ്ഥലം വിളക്കാവില്ലല്ലോ. ഓടുള്ള സ്ഥലമൊക്കെ വിളക്കാണ്. ശരിയല്ല? അപ്പൊ വിളക്കിൽ ഓടിയിരിക്കണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ വിളക്കില് സർവത്ര സ്വരൂപേണ എന്നെങ്ങനെയാണ്? സ്വരൂപമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ് എന്താ? ഈ പറയുന്നതായ ഓടെ. അതുപോലെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു ദിക്കിൽ കുപ്പിയിലൊരു മൂലയിൽ ഇരിക്കണതല്ല. ആത്മാവ് തന്നെയാണ് പ്രപഞ്ച ആത്മേവേദം സർവ്വം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഈ തത്വം അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ. എന്തേ വേണ്ടു വെച്ചാൽ അങ്ങനെ വിചാരിക്കുകയാണേ. എന്തപ്പം അങ്ങേക്കൊരു തോന്നലുണ്ട്, ഞാൻ രാജാവാണ് എന്നിങ്ങനെ തോന്നുകയാണേ. എന്താ അങ്ങയുടെ രാജപദവിയൊന്നും ഇല്ല. രാജാവ് എന്നൊക്കെ അങ്ങനോട് പറഞ്ഞില്ലേ? ഞാൻ എന്താ അങ്ങേ അധികാരം പ്രയോഗിക്കുന്നു? അതിലൊന്നും കാര്യമില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ പറയണു, ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോളൂ. അപ്പൊ ഈ ശരീരത്തിന്റെ മുകളിൽ ഈ തോളത്തെ മരം കൊണ്ടുണ്ടാക്കിയൊരു പല്ലക്ക. ആ പല്ലക്കിന്റെ ഉള്ളില് സിന്ധു സൗവീരദേശത്തെ മഹാരാജാവാണല്ലോ ഞാൻ എന്ന് അഹങ്കരിച്ചിരിക്കണേ അങ്ങ്. ഹേ മഹാരാജാവേ, അങ്ങ് ദുഷ്ടനാണെന്നും പറഞ്ഞു. രാജാവ് വിളിച്ചാകുമ്പോ ആരെയാണ് അവ കണ്ടത്? ഇറങ്ങുമ്പോ നല്ലോണം കിട്ടുന്നുണ്ട്. ആർക്ക്? രാജാവിന് ഇങ്ങനെ കിട്ടുകയാണേ. എന്തപ്പോ രാജാവിനോട് ഈ പറയണതേ അങ്ങ് ദുഷ്ടനാണ് എന്ന്. രാജാവിനോട് എന്തല്ലേ പറയുക? അങ്ങയുടെ വിചാരം അങ്ങ് അഹന്തയുണ്ട് അങ്ങക്ക് എന്നൊക്കെയല്ലേ പറഞ്ഞത്? രാജാവ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടു. അതുകൊണ്ടേ അങ്ങ് ദുഷ്ടനാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയും? ഈ പാവങ്ങളായ അമാലന്മാരെ കൊണ്ട് ഈ പല്ലൊക്കെ ഏറ്റിച്ചങ്ങ് നടക്കുകയല്ലേ. അങ്ങക്ക് എന്താ അവരുടെ മാതിരി അങ്ങോട്ട് നടന്നാൽ പോരെ? 2 കാലം അങ്ങേക്ക് വലിയ മുട്ടുകാലിന് വയ്യായി ഒന്നും ഇല്ലല്ലോ. നടന്നുകൂടെ അങ്ങോട്ട്? അത് ചെയ്യണില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അങ്ങ് ദുഷ്ടനാണ്. അതുകൊണ്ട് അങ്ങയുടെ മഹിമ വൃദ്ധസഭാസു, യോഗ്യന്മാരായവരുടെ കൂട്ടത്തിലൊന്നും അങ്ങയുടെ മഹിമ ആരും പറയില്ല. എന്താ കാരണം? അത്രയ്ക്ക് മഹിമയൊന്നും അങ്ങയ്ക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ ഈശ്വരതത്വം പ്രപഞ്ചത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈശ്വര മഹിമയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ പുറപ്പെട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. അത് എന്ത് വേണം? അതാണ് രഘുഗണ വിളിച്ചു. രഘുഗണൈതൽ തപസാ നയാതി
നജ്യയാ നിർവപണാൽ ഗൃഹാദ്വാം നച്ഛന്ദസാ നൈവ ജലാഗ്നിസൂര്യൈ വിനാ മഹൽപാദ രജോഭിഷേകം. എന്തുകൊണ്ടേ മനസ്സിലാവുള്ളൂ? രഘുഗണ, ഹേ രഘുഗണ, ഈ പറഞ്ഞ ഈശ്വരവിദ്യ എന്തുകൊണ്ട് മനസ്സിലാവില്ല? ഏതൽ തപസാ നയാതി, തപസ് ചെയ്തിരുന്നതുകൊണ്ടൊന്നും ഈ ഈശ്വരതത്വം സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. യജ്ഞം കൊണ്ടോ യാഗം കൊണ്ടോ ഒന്നും പറ്റില്ല. പിന്നെ എന്തുകൊണ്ടേ ഉള്ളൂ? നച്ഛന്ദസാ നൈവ ജലാഗ്നി സൂര്യൈ, അതുകൊണ്ടൊന്നും പറ്റില്ല. പിന്നെ എന്തുകൊണ്ടേ ഉള്ളൂ? വിനാ മഹൽപാദരജോഭിഷേകം. മഹാത്മാക്കളായ ഈശ്വരപുരുഷന്മാരുണ്ടാവും. ആ ഈശ്വരപുരുഷന്മാരുടെ പാദത്തിലെ മഹൽപാദങ്ങൾ, അവരുടെ പാദങ്ങളിൽ പറ്റിക്കിടക്കുന്നതായ രജസ് പൊടി, ആ പാദധൂളികളിൽ നമ്മളങ്ങോട്ട് സ്നാനം ചെയ്യുമ്പോഴേ നമുക്ക് ആ നന്മ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മഹാത്മാക്കളുടെ പാദധൂളികളിൽ നമ്മൾ സ്നാനം ചെയ്യുക അർത്ഥം എന്താ? അതിന് അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? മഹാത്മാക്കളുടെ പാദത്തിൽ നമസ്കരിച്ച് ആ അനുഗ്രഹം ഉണ്ടാവുമ്പോഴേ നമ്മൾക്ക് ഈശ്വരതത്വം സജ്ജന സംസർഗം കൊണ്ടേ നന്മ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല. സജ്ജന സംസർഗം പോലെ നന്മ ഉണ്ടാവാൻ സൗകര്യപ്പെട്ടൊരു വിദ്യ വേറെ ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് സജ്ജന സംസർഗം കൊണ്ട് അങ്ങ് നന്മ ഉണ്ടാക്കണം. ഈ നന്മ ഉണ്ടാവണമെങ്കിൽ, ഈശ്വരബോധം ഉള്ളിൽ നന്നായിട്ട് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിൽ വെറുതെ നടന്നതുകൊണ്ടൊന്നും പ്രകാശിക്കില്ല. അതിന് വേണ്ടത് സജ്ജനങ്ങളെ ആശ്രയിച്ച് ഭഗവത് ഭാവത്തിലേക്ക് പുറപ്പെടണം. ഈ സജ്ജനങ്ങളെ ആശ്രയിക്കണമെങ്കിലും അതിനനുസരിച്ചൊരു ഈശ്വരീയമായ ഭാവത്തിലേക്ക് പുറപ്പെടണമെങ്കിലും നമ്മളൊക്കെ അങ്ങനെ അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് അങ്ങനെ തുടങ്ങാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയൂ? അകത്ത് ഈ വിഷയങ്ങളുടെ വാസന കെട്ടിമറിഞ്ഞ് കിടക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല. വിഷയവാസന പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നമ്മുടെ ഉള്ളിൽ ഈ ലോക വിഷയങ്ങൾ കുത്തിയും മറിഞ്ഞും കെട്ടിയും മറിഞ്ഞും പറ്റിപ്പിടിച്ചും ഇങ്ങനെ മരണ്ടും കിടക്കുമ്പം എങ്ങനെയായാലും നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ എരിശ്ശേരിയോ കാളനൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു കൂട്ടിക്കോളും. ഉരുളിയുടെ അടിയിൽ പിടിച്ചു. എന്നിട്ട് ആ ഉരുളി തേക്കാണ്ട് അതിൽ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതും എന്താവും? കരിഞ്ഞടിയിൽ പിടിക്കില്ലേ? അതാണ് നമ്മുടെ ഉള്ളിൽ ഈ വിഷയവാസന അടിയിൽ പിടിച്ച് കരിഞ്ഞ് കിടക്കണ്ടേ. അതിലേക്ക് നമ്മൾ ഏത് വാസന കൊണ്ടുപോയി ചെലുത്തിയാലും അതും അതിൽ കിടന്ന് കരിയും, പുകയും, ഒരു പുകയുടെ രുചി ഉണ്ടാവും. ശരിയല്ലേ ഇത്? അതുകൊണ്ട് ആദ്യം എന്ത് വേണം? ആ കരിഞ്ഞു പോയ ഉരുളി നല്ലോണം കരിഞ്ഞതൊക്കെ കളഞ്ഞ് തേച്ച് മെഴുക്കി വെടുപ്പാക്കണം. വെടുപ്പാക്കിയിട്ട് അതേ ശരി. അതുപോലെയാണ് ഹൃദയത്തിൽ ഈ വിഷയവാസന ഇങ്ങനെ ഈ ചക്കരിശ്ശേരി അടിയിൽ പിടിച്ച മാതിരി ഇങ്ങനെ കരിഞ്ഞ് പൊകിഞ്ഞ് കിടക്കേണ്ട വെച്ചാൽ അടിപ്പോത്ത് വൃത്തിയാക്കി വിഷയവാസനകളെ തുടച്ച് വെടുപ്പാക്കിയിട്ട് വേണം എന്തിനു പുറപ്പെടാൻ. അതാണ് ആ വിഷയവാസന കളഞ്ഞ് നേരെയാക്കിയെടുക്കാനാണ് ഇവിടെ എന്ത് പറഞ്ഞത്? സജ്ജന സംസർഗം ചെയ്യണം. ഈ സജ്ജന സംസർഗത്തിന്റെ ആ ഒരു നന്മയുണ്ടല്ലോ, ആ നന്മയുണ്ട് വേണം ഭഗവാന്റെ മഹിമ പുറത്തേക്ക്. അതെന്താ വെച്ചാൽ നമുക്ക് ഈ ലോകത്തിലെ ആസക്തി ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ വിചാരം എന്താ വെച്ചോ, ഈ ലോകം സുഖാണ് എന്ന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെ ഇങ്ങനെ അള്ളി പിടിച്ച് കിടക്കുകയാണ്. സുഖലോകത്തിൽ എന്ത് സുഖമുണ്ട്? നമ്മുടെ വിചാരം അങ്ങനെയാണ്. എത്ര കേട്ടാലും കണ്ടാലും തൊട്ടാലും അറിഞ്ഞാലും പഠിക്കൂല. നായ വെള്ളം കുടിക്കണ മാതിരിയാ. നായ എങ്ങനെയാ വെള്ളം കുടിക്കുക? നായ ഇങ്ങോട്ട് വന്നപ്പോൾ ആ വലിയ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം, കഞ്ഞിയുടെ വെള്ളം, അരി വാർത്ത വെള്ളം കിടക്കണം. അപ്പം നായ എന്താ ചെയ്തു വെച്ചാൽ ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് കുടിച്ചു. എന്തിനാണെന്നറിയോ? അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ചോറോ എങ്ങാനുണ്ടെങ്കിലോ എന്നാൽ അത് അങ്ങോട്ട് കഴിക്കാലോ വെച്ചിട്ട് ആ വെള്ളം മുഴുവൻ കുടിച്ചു. ആ വലിയൊരു ചെമ്പ് നിറയുള്ള കഞ്ഞിയുടെ വെള്ളം മുഴുവൻ ആരും മൂന്തി, നായ മൂന്തി. നോക്കുമ്പം അടിയിൽ ഒരു വറ്റ് പോലും ഇല്ല. അരി വാർത്തവനിന്ന് കാണണം. വല്ലാത്ത ജാതി അരിപ്പെങ്ങാനും വെച്ച് വാർത്ത മാതിരി ഒരു ലെവലേശം അതിലില്ലേ. പാവം, അത് കഷ്ടമായിപ്പോയി. അത്രയും വെള്ളം മൂന്തിയത് എന്തിനാണെന്നറിയോ? എൻ്റെ അടിയിൽ ഒരു ലേശം. അപ്പം അത് കഴിഞ്ഞു, അതിലൊന്നുമില്ല. അപ്പം അപ്പുറത്തെ പാത്രത്തിൽ അതാ വേറെ വെള്ളം കാണും. അപ്പം നായ നിരീച്ച അതിലെന്തായാലും എന്നിട്ട് ആ ചെമ്പിലത്തെ വെള്ളം ഇങ്ങനെ മൂന്ത്, അതിൻ്റെ അടിയിലും ഒന്നുമില്ല. ഇങ്ങനെ അതിൽ സുഖമുണ്ട്, ഇതിൽ സുഖമുണ്ട്, ഇതിൽ നിരീച്ച് ഇങ്ങനെ ഈ നായ വെള്ളം മോന്തണ മാതിരി മോന്തി ഇത് ഇതങ്ങനെ മോന്തി കുടിക്കുകയാണ് ആര്? ലോകര്. ശരിയല്ലേ ഇത്? ഇങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു കഥ. അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിൽ വലിയ സുഖമൊന്നുമില്ല. നമുക്കിങ്ങനെ ഓരോ സമയത്ത് തോന്നലാണ് സുഖം അല്ലേ? ഇപ്പം ഈ ധനു മകരമാസത്തിൽ വെളിച്ചാവുമ്പം കുറേശ്ശെ ചൂട് ഇങ്ങനെ വന്നാൽ നമുക്ക് നല്ല സുഖമാണ്. ഈ ധനു മകരമാസത്തിലെ കുറേശ്ശെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ഒരു സുഖം തോന്നും. ഇതേ ചൂട് ഇപ്പം നമുക്ക് തന്ന ഈ ധനുമാസത്തിൽ വെളിച്ചാവുമ്പം തന്നെ ചൂടിൻ്റെ അതേ അളവ് ചൂട് മീനമാസത്തിൽ, ഈ മേടമാസത്തിൽ നമ്മൾ നട്ടുച്ചയ്ക്ക് നമുക്ക് തന്നാലോ? നമ്മളെ ധനുമാസത്തിൽ രാവിലെ സുഖിപ്പിച്ച അതേ ചൂടിനെ ധനുമാസത്തിൽ നിന്ന് പോയിട്ട് മേടമാസത്തിലോ അല്ലെങ്കിൽ മീനമാസത്തിലോ ഉച്ചയ്ക്ക് നമുക്ക് കൊണ്ടുവന്ന് തന്നാൽ നമുക്ക് സുഖാവുക ഉണ്ടാവുക, ദുഃഖാവുക ഉണ്ടാവുക? ദുഃഖാണ്. അപ്പൊ ചൂട് സുഖാണോ ദുഃഖാണോ? അല്ല.
മീനമാസത്തിലോ നട്ടുച്ചയ്ക്ക് നമ്മളെ സുഖിപ്പിച്ച അതേ തണുപ്പ് ഈ ധനുമാസത്തിലോ മകരമാസത്തിലോ രാവിലെ കൊണ്ടുവന്ന് തന്നാലോ സുഖാവുമോ? ഇല്ലേ, ദുഃഖേ ആവുള്ളൂ. അപ്പം തണുപ്പ് സുഖാണോ? അല്ല. ദുഃഖാണോ? അല്ല. ഇങ്ങനെ ഓരോന്നൊക്കെ ഊണഴിക്കൽ കഴിഞ്ഞിട്ട് ആലോചിച്ചോളൂ, അപ്പോൾ ഒരു വിവരം കിട്ടും. ഒന്നും സുഖമല്ല ദുഃഖമല്ലേ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു, അങ്ങോട്ട് തൃശ്ശൂർക്ക് പോകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയേ, മകനും ഉണ്ട് കൂടെ. രണ്ടാളും കൂടി ഇങ്ങനെ പോരുമ്പോൾ ഇരിക്കാനൊന്നും പഴുത് തീവണ്ടിയിലില്ലേ, നല്ല തിരക്കും. നമ്മളാച്ച അങ്ങനെ നിന്ന് വല്ലാതെ മുഷിഞ്ഞു വയ്യാണ്ടേ. ഇപ്പം മകൻ്റെ മുഖത്തേക്ക് നോക്കി ഉണ്ണിയെ എന്ന് നോക്കി. അപ്പം മകനാണെങ്കിൽ നമ്മുടെ മുഖം ഇങ്ങനെ എന്താ ചോദിച്ചു, വയ്യ കുട്ടിയെ നിൽക്കാൻ വയ്യ, കാലിൻ്റെ മുട്ട് പൊരിയൊക്കെ വേനിക്കണമെന്നും പറഞ്ഞു. അപ്പം മകൻ വന്നിട്ട് അങ്ങനെ ആളുകൾ അങ്ങനെ മുമ്മൂന്ന് ആളുകൾ ഇരിക്കണേ മറ്റേ സീറ്റില്ലേ, 3-4-5 ആളിങ്ങനെ ഇരിക്കൂലോ, ആ ജാതി സീറ്റിന്റെ മുകളിൽ ചെന്ന് പറഞ്ഞു ചെറിയ പഴുത്, അച്ഛനിരിക്കാൻ ചെറിയ പഴുത് കൊടുക്കുമോ ചോദിച്ചാൽ അങ്ങനെ ഒരു ചെറിയ പഴുത് ആളുകളൊക്കെ തന്നു. അപ്പൊ നമ്മൾ അരയൂര അവിടെ വെച്ചു. ഇത്രേ അര ഊര നമ്മൾ അവിടെ വെച്ച് പിന്നെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുലുങ്ങുമ്പോഴും ഇങ്ങനെ കിടക്കാന്നാവുമ്പോഴും അങ്ങനെ നമ്മൾ കുറച്ച് പണിയെടുത്ത് അത് 5 സെന്റ് ആക്കി. നമ്മളല്ലേ ആള്. അങ്ങനെ അത് കുറച്ച് വിസ്താരമാക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിസ്തരിച്ച് അങ്ങോട്ട് അപ്പോഴേക്കും മറ്റേ ചെറുപ്പക്കാരൻ നമ്മുടെ ഈ വരിക്കച്ചക്കയുടെ കുരുവിന് ഇങ്ങനെ അമർത്തിയപ്പോഴേക്കും ആ പഴുത്ത വരിക്കച്ചക്കയുടെ ആ മറ്റേ അതൊന്നും ഇങ്ങനെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുരു അങ്ങോട്ട് തെറിക്കില്ല, അതേ ജാതി ആ ചെറുപ്പക്കാരൻ തെറിച്ച് അങ്ങോട്ട് പോയി. നമ്മൾ നേരെ അങ്ങനെ വിസ്തരിച്ചു 12 സെന്റിൽ അങ്ങോട്ട് ഇരിക്കുകയും ചെയ്തു. നമ്മൾ അരയൂര തന്നു 12 സെന്റ് ആക്കി ഇല്ലേ. ആവട്ടെ, അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഏതാണ്ട് കഴക്കൂട്ടത്തിൽ നിന്ന് ഇരുന്ന് തുടങ്ങിയത്. ഇരുന്ന് ഏതാണ്ട് കുറേ പോന്നു ഇങ്ങനെ കോട്ടയത്ത് എത്തിയപ്പോഴേക്ക് കാലിന്റെ മുട്ടിങ്ങിട്ട് ഇരുന്നിട്ടെ ഊരെയും കാലിന്റെ മുട്ടങ്ങോട്ട് കുറെ നേരമായില്ലേ ഒരേ ജാതി ഇരിപ്പ്, തീരെ ഇങ്ങോട്ട് വയ്യണ്ടേ. അപ്പൊ നമ്മൾ മകനെ നോക്കി, എന്ത് വയ്യാന്ന്. ആദ്യം നമ്മൾ നോക്കിയത് മുട്ടുകാലിന് ഒരിക്കലും നിന്നിട്ട് വയ്യായിരുന്നു. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് അപ്പം മകനെ ദയനീയായിട്ട് നോക്കിയപ്പോൾ മകൻ ചോദിച്ചു, എന്താ ചോദിച്ചു, ഊരെയും കാലിന്റെ മുട്ടിനും വയ്യ ഉണ്ണിയെന്ന്. അപ്പൊ മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യൂ, വാതിക്കൽ വന്ന് കുറച്ചു നേരം നിന്നോളൂ, കുറെ ആശ്വാസം ഉണ്ടാവും പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ എണീക്കില്ല, ആരെങ്കിലും ഇരുന്നാലോ എന്ന്. ചത്താലും എണീക്കില്ല. എന്താ കാരണം? തൻ്റെ മുട്ടുകാലം ഒടിഞ്ഞ് ചത്താലും തിരക്കാറില്ല, വേറെ ഒരാൾ ഒടിഞ്ഞ മുട്ടുകാലുള്ളവൻ ഇവിടെ ഇരിക്കാൻ പാടില്ല. എന്താ ഒരു മഹാമനസ്കത. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ വണ്ടിയിൽ കയറി നിന്ന് മുഷിഞ്ഞപ്പോ നമുക്ക് ഇരുന്നപ്പോ സന്തോഷമായി. ഇരുന്ന് മുഷിഞ്ഞപ്പോ നമ്മൾക്ക് പറഞ്ഞോളൂ, അതൊക്കെ എത്ര നമ്മൾ ചെയ്തതാ അല്ലേ. ഇരുന്ന് മുഷിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ നിൽക്കല് ആണോ സുഖം? അല്ല. ഇരിക്കല് ആണോ സുഖം? അല്ല. രണ്ടും സുഖമല്ല. പിന്നെ അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ സുഖാണെന്ന് ഇങ്ങനെ ഒരു തോന്നലേ ഉള്ളൂ. വാസ്തവത്തിലൊന്നുമില്ല, അതിലൊന്നുമില്ല. ഓരോ സമയത്ത് തോന്നണേ. വിശക്കുമ്പോൾ ഊണ് കഴിച്ചാൽ നമുക്ക് സന്തോഷം തോന്നും. ഊണ് കഴിച്ച് വയറ് നിറഞ്ഞത് പിന്നെയും ചോറ് വിളമ്പിയാൽ നമുക്ക് ദേഷ്യം വരും ഇല്ലേ. അതെന്താ കാരണം? അപ്പൊ സുഖാവും. അപ്പൊ അതേ ഊണ് സുഖാവണില്ല. പായസം വലിയ ഇഷ്ടമാണ്. നമ്മൾ കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു, നല്ല സുഖമായിരുന്നു. നല്ലോണം ഒരു 3-4 പാത്രം അങ്ങോട്ട് കഴിച്ചു. അപ്പൊ 5ാമത്തെ പാത്രം അങ്ങോട്ട് വിളമ്പിയപ്പോൾ നമുക്ക് വിളമ്പിയനൊരു നോട്ടം നോക്കി, അതിലിപ്പം ഉണ്ടോ ആവോ ജീവനോടെ നമ്മളല്ലേ നോക്കിയത്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് ഇഷ്ടാവണില്ല, ദേഷ്യം വരും ചെയ്തു. അപ്പൊ ഈ നേരെ ആദ്യം നമ്മളെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച അതേ പായസം തന്നെ പിന്നെ നമ്മളെ സുഖിപ്പിക്കണില്ല എന്നല്ല, ദുഃഖിപ്പിക്കുകയും ചെയ്യണോ? ശരിയല്ലേ? ഇതാണ്. അപ്പൊ ലോകം സുഖാണെന്ന് ഇരിക്കണതേ അന്തല്യാണ്. ഞാൻ പറയാട്ടോ. എന്നിട്ട് രഘുഗണ പറഞ്ഞു കൊടുത്തു, ഈ ലോകം എന്ന് പറഞ്ഞാല് ഒരു കാടാണേ, കാട്ടിപ്പെട്ട മാതിരിയാ. പണ്ടൊക്കെ ഇന്നത്തെ മാതിരി അല്ലല്ലോ. അന്നൊക്കെ ഈ കാട്ടിൽ കൂടിയാണല്ലോ എളുപ്പ വഴി ഉണ്ടാവുക. ഇന്നത്തെ മാതിരി വണ്ടിയും വാഹനമൊന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾ എളുപ്പ വഴി കൂടിയാണല്ലോ പോവുക, നടന്നിട്ട് വേണം പോകാൻ. അപ്പൊ 10 അടി കുറഞ്ഞു കിട്ടി അതായില്ലേ നിരീക്ഷിച്ച ചെറിയ ഇടവഴികൾ ഊടുവഴികളൊക്കെ നോക്കിയിട്ടാ പോവുക. ചുറ്റി തിരിഞ്ഞു പോവുക വെച്ചാൽ ഈ കാട് മുഴുവനും ചുറ്റുമ്പോൾ കുറെ അധികം നടക്കണേ. ഇതിന്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കടന്നാലോ എളുപ്പമായി. ഇത്തിരി ദുരിതണ്ട, എന്നാലും കടന്നു കിട്ടിയ എളുപ്പമായി. നിരീക്ഷിച്ച് ആദ്യം അങ്ങോട്ട് പോവുക. ആദ്യം അങ്ങോട്ട് പോയി കാട്ടിക്ക് അങ്ങോട്ട് കയറി, കാട്ടിൻ്റെ ഉള്ളിൽ കയറി പടിഞ്ഞാട്ടാണോ കിഴക്കാട്ടാണോ എന്നൊരു സംശയം. അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് പോയി, വഴി തെറ്റി അങ്ങോട്ടോ പോയി. പിന്നെ നോക്കുമ്പോൾ വഴിയില്ല, കാടിൻ്റെ ഉള്ളിൽ എവിടെ. തിരിച്ചു പോരാൻ നോക്കുമ്പോൾ അതും മനസ്സിലാവണില്ല. ഈ കാട്ടിൽ വഴി തെറ്റിയാൽ ഒരു വിവരം ഉണ്ടാവില്ല, നാട്ടിൽ തെറ്റിയിട്ട് തന്നെ വിവരമില്ല. പിന്നെ നമ്മുടെ നല്ല നാട്ടില് വെളിച്ചുള്ള നാട്ടില് വഴി തെറ്റിയിട്ട് നമ്മൾ ഞാൻ ബബ്ബ എന്ന് പറഞ്ഞിങ്ങനെ നടക്കണുണ്ടല്ലേ. ആളുകളോട് വഴി ചോദിക്കാൻ സൗകര്യമുള്ള നാട്ടില്. കാട്ടിൽ ആരോട് ചോദിക്കാൻ വല്ല കടുവയോ പുലിയോ കാട്ടുപോത്തൊക്കെ ഉണ്ടാവുള്ളൂ ചോദിക്കാൻ.
എന്തല്ലേ ഭീകരമായ കാട്ടിൽ, വെയിൽ വീഴാത്ത കാട്ടിൽ കഷ്ടത്തിലായിട്ട് ഇങ്ങനെ നടന്നു പോവുക. കുറേ നടന്ന് വഴി നിശ്ചല്യം. ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം, എങ്ങടാ പോകണ്ടോ നിശ്ചല്യം. എന്തായാലും തൻ്റെ കാര്യം കഷ്ടത്തിലായി ഇദ്ദേഹം വിഷമിച്ച് എന്താ വേണ്ടോ നിശ്ചല്യാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് നടന്ന് മുമ്പിക്ക് അങ്ങോട്ട് ചെന്നപ്പം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വെറുതെ പിമ്പിലേക്ക് നോക്കിയപ്പോൾ എന്താ കഥ എന്നറിയോ? പിമ്പില് ഒരു പുലി ഇങ്ങനെ വരിക തൻ്റെ പിമ്പില്. കാട്ടിലൊരു പുലി ഇങ്ങനെ പിമ്പിൽ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി, ഒറ്റയ്ക്കായി എന്നുള്ള വിഷമം അങ്ങോട്ട് തീർന്നു. ലോൺലിനെസ് പോയി കിട്ടി. ഒരാളും കൂടി ഉണ്ടല്ലോ മിണ്ടിയും പറഞ്ഞു. ആര്? എങ്ങനെ ഉണ്ടാവുക യാത്ര? പക്ഷെ ആലോചിച്ച് നോക്കൂ, അപ്പോഴേക്കും ഒന്നും കൂടി എന്താ വേവലാതി കൂടി കലശലായിട്ടാ, എന്താ വേണ്ട നിശല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട കഷ്ടത്തിലായിട്ട. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പുലി ഓടണമെന്നില്ല. എന്താ കാരണം? ഓടേണ്ട കാര്യമില്ലേ. ഇവനെയൊക്കെ തൻ്റെ കുടുംബത്തേക്ക് വന്നവനെ മെല്ലെ പിടിച്ച് കൊണ്ടുപോകാനല്ലേ ഉള്ളൂ. അതിനിപ്പോൾ വലിയ ഉത്സാഹം കഷ്ടപ്പാടൊന്നും അതിന് ആവശ്യമില്ലേ. ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ മെല്ലെ ഇങ്ങനെ പുലി ഇങ്ങനെ പിമ്പിൽ മെല്ലെ നടന്നു വരുമ്പോഴും ആ വെപ്രാളം കലശലാണ്. കാരണം എന്താ വെച്ചാൽ പുലി ഇപ്പം തന്നെ പിടിക്കാൻ തന്നെയാണ് വരുന്നത്. വേറെ ഇപ്പം എന്തായാലും വർത്തമാനം ചോദിക്കാനൊന്നും അവരിൽ പുലി വരുന്നത്. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ ഓടിയിട്ട് കാര്യമില്ല. ഓടിയ പുലി നമ്മളെക്കാൾ വേഗത്തിൽ ഓടും. മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പുലി നമ്മളെക്കാൾ ആദ്യം മരത്തിലേക്ക് കയറും. നമ്മളെ വേണമെങ്കിൽ നമ്മളെയും കൂടി തോളത്തേറ്റി കയറും പുലി. അങ്ങനെ ഉണ്ടല്ലേ, പുലിയുടെ ഇരട്ടി ഭാരമുള്ളതും തോളത്തേറ്റിയിട്ടാണ് കയറുക. നമ്മളെ ഇരട്ടി ഭാരമുള്ളതും ഇങ്ങനെ കിണത്തിൽ വിളമ്പിയാൽ പറ്റും, അല്ലാത്തതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ഇതല്ല. ഇത് നോക്ക്, പുലി നമ്മൾ അപ്പം മരത്തമ്മയ്ക്ക് കയറിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ വല്ല ഗുഹയുടെ ഉള്ളിലേക്ക് മാളത്തേക്ക് പോയിട്ടുണ്ടോ വല്ല കാര്യം? അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കുരിഞ്ഞു മുണ്ടിൻ്റെ വക്കൊക്കെ പിടിച്ച് കുപ്പായൊക്കെ നേരിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്ക് പുലി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വിളക്കും താലൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും നമ്മളെ കൂട്ടി കൊണ്ടുപോകാൻ. എന്തല്ലേ കഥ! ഒരു നിവൃത്തിയില്ല, രക്ഷയ്ക്കൊരു വിദ്യയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അല്ല, ബുദ്ധി ഉപയോഗിക്കുക. എന്താ ബുദ്ധി? അത് പിന്നെ കുറേ ഉണ്ടേ. ബുദ്ധി. അപ്പം അത് ഉപയോഗിക്കുക. എന്ത് ചെയ്യാം? അപ്പം അങ്ങനെ ആലോചിച്ചു. ഇപ്പം പോണ അവിടെ ഒരു പൊന്തക്കാട് കണ്ടു. ഇങ്ങനെ കാടിൻ്റെ പൊന്തക്കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുക. അപ്പോൾ പുലി എന്ത് ചെയ്യും? ഇതെങ്ങനെ ഇങ്ങോട്ട് മുമ്പിലേക്ക് പോവും. പുലി അങ്ങോട്ട് മുമ്പിലേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നാക്കെ നടന്നു പോവുക. അപ്പോൾ പുലിക്കും വഴി തെറ്റും, നമ്മളാണെങ്കിലോ രക്ഷപ്പെടുകയും ചെയ്യും. ജാതി ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയായത്. അങ്ങനെ ആലോചിച്ച് നോക്കൂ. ആ ബുദ്ധി പ്രയോഗിക്കാന്ന് ചോദിച്ചാൽ പൊന്തക്കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. പൊന്തക്കാട്ടിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നത് കുറേശ്ശെ ഓർമ്മയുണ്ട്. കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്താ കഥ എന്നറിയൂ? കാടാണ് നിരീക്ഷിച്ചിട്ടാ കയറിയത്. കാടല്ല, അതൊരു പൊട്ടക്കിണറായിരുന്നു. പണ്ടാരോ കുഴിച്ചിട്ടൊരു കിണർ. കാട് തീറ്റിയാൽ, അരയാൽ, പേരാൽ, വള്ളി, പടർപ്പ് എല്ലാം കൂടി ഇങ്ങനെ ഒരു കാടല്ലേ ഇങ്ങനെ വള്ളി പടർപ്പ് പിടിച്ച്. നമ്മുടെയൊക്കെ തന്നെ പഴയ പറമ്പിലപ്പോൾ കൊക്കർണി കിണറൊക്കെ കണ്ടില്ലേ കാട് പിടിച്ചിട്ട്. എന്നാ പിന്നെ കാട്ടത്തെ കിണർ എങ്ങനെ ഉണ്ടാവും? മനുഷ്യന്മാരുടെ പെരുമാറ്റമില്ലാത്ത സ്ഥലമല്ലേ. ഉടുങ്കാടാന്ന് വിചാരിച്ച് കയറി ആ പൊന്തക്കാട്ടിക്ക് കയറി. ഇതിൻ്റെ ഉള്ളിൽ ഇതാ കീഴ്പ്പെട്ട് അങ്ങനെ പോണു എന്നും പറഞ്ഞ് കിണറ്റിക്ക് അടിക്ക് പോവുകയാണേ. ആ ഭരണ വെപ്രാളത്തിൽ കയ്യും കാലൊക്കെ വീശി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീശി പിടിച്ചൊരു വള്ളിയിൽ പിടുത്തം കിട്ടി. ഭാഗ്യം, കുറേ വള്ളികൾ തൂങ്ങി കിടക്കണ്ടേ. അതിലൊരു വള്ളിയമ്പിൽ പിടുത്തം കിട്ടി. ആ വള്ളിയമ്പിൽ അങ്ങനെ തൂങ്ങി കിടക്കുക. അമ്പോ, എന്താ എത്ര നേരം! കുറെ നേരം ആ വള്ളിയമ്പിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടന്നു കേട്ടോ. ഇങ്ങനെ വള്ളിയമ്പിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒറ്റ കയ്യുമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണേ. കുറെ നേരം തൂങ്ങിയപ്പോൾ ഒറ്റ കയ്യുമ്പിലല്ലേ തൂങ്ങണത്. ഈ ഭാരം മുഴുവനും 85 കിലോ തൂങ്ങണത് ഒരു കയ്യുമ്പില്. എങ്ങനെ ഉണ്ടാവും? അല്ലാതെ വിഷമിച്ചു. കയ്യൊക്കെ ഇങ്ങനെ വേദനിക്കുകയാണേ. എന്താ ചെയ്യണത്? നിലത്തൊരു ചവിട്ടൊക്കെ ഉണ്ടെങ്കിൽ തരക്കറില്ല. നമ്മളൊക്കെ ബസ്സിലൊക്കെ കയറിയിട്ട് നിലത്ത് ചവിട്ടിയിട്ട് തന്നെ എങ്ങനെയുണ്ട്? ബസ്സിലൊക്കെ കയറിയിട്ട് കണ്ടില്ലേ ചിലപ്പോൾ നമ്മൾ ചെയ്യണത്? ഒരു കൈ കൊണ്ട് ആ കമ്പി ഇങ്ങനെ പിടിക്കും, എന്നിട്ട് നിലത്ത് ചവിട്ടിയിട്ട് നമുക്ക് കുറേ നേരം വയ്യാണ്ടേ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും, പിന്നെ അത് വയ്യാണ്ടേ ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങുന്നിടത്തോളം അങ്ങനെ കൈ മാറി ആ കമ്പിയിൽ ഇങ്ങനെ പിടിക്കും. നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ കണ്ടക്ടറോട് പറയും, ഞായറാഴ്ച പിടിച്ചോളൂ, ഞാൻ ഇറങ്ങുകയാണെന്നും നമ്മൾ ഇറങ്ങിപ്പോ. അപ്പോൾ വേറെ ആരെങ്കിലും വന്ന് കയറിയാൽ പിടിച്ച് വലിച്ചാൽ അങ്ങനെ ഇത് നിലത്ത് ചവിട്ടിയിട്ട് നമുക്ക് അത്രയ്ക്കില്ല. ശരീരത്തിൻ്റെ ഭാരം നിലത്ത് ചവിട്ടിയിട്ട് പോലും നമുക്ക് കയ്യും ഇതൊന്നും ഇല്ലേണ്ടത്. അദ്ദേഹം കുറേ ചിന്തിച്ചു. എന്ത് ചെയ്യും? വയ്യട്ടോ. മെല്ലെ ഒന്ന് കയറി നോക്കി. പുലി ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിലോ 1/2-3 മണിക്കൂറായില്ലേ. നോക്കിയപ്പോൾ പുലി ഇങ്ങനെ കിണറിൻ്റെ വക്കത്ത് ഇങ്ങനെ കിടക്കുക. എനിക്ക് ധൃതിയൊന്നും ഇല്ല കേട്ടോ. പുലിയുടെ ഒരു മുഖഭാവം. ഇത് ചെയ്യും, രക്ഷയില്ല. ഇനിയിപ്പോൾ എന്തായാലും രക്ഷയില്ല. കുറെ നേരം നിന്നു. പിന്നെയും അങ്ങനെ കുറെ നേരം വീണ്ടും ആ വള്ളിയമ്പിൽ അങ്ങനെ തൂങ്ങി ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അതിലേറെ നേരം നിന്നു. ഇപ്പോൾ എന്തായാലും ആര് പോയിട്ടുണ്ടാവും?
പുലി പോയിട്ടുണ്ടാവും. ഇത്രയൊക്കെ നേരം പുലി നിൽക്കുക ഒക്കെ പോയിട്ടുണ്ടാവും. വീണ്ടും ഒരു 1.5 മണിക്കൂർ തൂങ്ങി നിന്ന് കഷ്ടത്തിലായിട്ടാണെങ്കിലും നിന്നിട്ട് ഒടുക്കം മുകളിലേക്ക് മെല്ലെ മെല്ലെ കയറി നോക്കിയപ്പോൾ പുലി അവിടെ എങ്ങനെ കിടക്കുക. പുലിയുടെ മുഖത്തേക്ക് നോക്കിയ താൻ സാവകാശത്തിൽ വന്നാൽ മതി, എനിക്കിനി ഇന്ന് വൈകുന്നേരം പ്രഭാഷണമൊന്നുമില്ല അവിടെ നിന്ന്. പുലി ഇതിനൊക്കെ പോകുന്നുണ്ടോ? അതിന് പണിയൊന്നും ഇല്ല എന്നാ. വൈകുന്നേരം ഒഴിഞ്ഞ ദിവസം, അങ്ങനത്തെ ദിവസങ്ങൾ കഷ്ടിയാണ്. എല്ലാ ദിവസവും ഓരോന്നും ഉണ്ടാവുമല്ലോ. ഇന്ന് ഒഴിഞ്ഞ ദിവസമാണ്, മെല്ലെ വന്നാൽ മതി എന്നുള്ള മട്ട്. ശിവ തീരുമാനമായി. എന്തായാലും കയറി പോവുക ഉണ്ടാവില്ല. പുലി ഇവിടെ ഇങ്ങനെ കാവല പോയി. അപ്പം അദ്ദേഹം പിന്നെയും കുറേ നേരം ഇങ്ങനെ വള്ളിയിൽ തൂങ്ങി നിന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? ഇനിയൊരു വിദ്യ ഉണ്ട്, നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ. എന്താ വെച്ചോ, ഇപ്പം ഈ തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പൊട്ടക്കിണറല്ലേ. അപ്പോൾ പൊട്ടക്കിണർ വെള്ളമൊന്നും അധികമില്ല, അപ്പുറത്ത് കുറച്ച് ചളിയല്ലോ, അതിന് വലിയ പാറയും മുട്ടിയും കല്ലും ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യാം? നമുക്ക് ആ പാറക്കല്ലിൻ്റെ മുകളിൽ അവിടെ പോയി അവിടെ ഇരുന്നാൽ മതിയേ. ആ താഴെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നാൽ മതി. കുറേ നേരം അവിടെ ഇരിക്കുമ്പോൾ ഈ കയ്യുമ്പോൾ തൂങ്ങണ വേവലാതി ഇല്ലേ? ഇനി അവിടെ ഇരിക്കുക, എത്ര വേണമെങ്കിലും ഇരിക്കാമല്ലോ. പിന്നെ പുലി വെച്ച് എന്തായാലും കിണറ്റിക്ക് ഇറങ്ങി വരില്ല. അപ്പം കുറേ നേരം ഇരിക്കുമ്പം പുലി മതിയായിട്ട് എന്ത് ചെയ്തോളും? പുലി പോവും. പുലി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കയറി പോവാം. നല്ല ബുദ്ധി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. നല്ല സന്തോഷം തോന്നി. അദ്ദേഹം താഴേക്ക് ഇറങ്ങാനായിട്ട് ആ പൊട്ടക്കിണറിന്റെ അടിയിലേക്ക് ഇങ്ങനെ കീഴ്പ്പെട്ട് നോക്കിയതാ. കീഴ്പ്പെട്ട് നോക്കിയപ്പോൾ കണ്ട കഥ എന്താണെന്നറിയൂ? മൂർഖം പാമ്പും ഭാര്യയും കുട്ടികളും കൂടി വണ്ടർലേക്ക് പോവുക. സ്കൂള് പൂട്ടിയതല്ലേ. എന്താണല്ലേ, മക്കൾ 5 ആളും ഉണ്ട്. ആ ഇളയ മകൻ LKG, അവൻ മതി ആ പഞ്ചായത്തിലേക്ക്. അച്ഛൻ്റെ അതേ നിറം, അതേ രൂപം, അതേ നോട്ടം, അതേ നിപ്പ് മതിയായി. ഇതിനേക്കാളും ഭേദം പുലി തന്നെയാ. ഇതിനേക്കാളും കീഴ്പ്പെട്ട് പോണ്ട മോഹം തീർന്നു കിട്ടി. എന്ത് ചെയ്യും? കീഴ്പ്പെട്ടും പോവാൻ വയ്യേ. ഈ പറ്റവളുടെ കൂടെ വണ്ടറിലേക്ക് പോയാൽ പിന്നെ നമ്മൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ട് അയ്യോ എന്തപ്പം ചെയ്യണത്? വയ്യ, ഇവിടെ തന്നെ തൂങ്ങി അങ്ങനെ നിന്നു. കൈ ഇങ്ങനെ വേദനിക്കുകയാണ്. കുറെ നേരമായി നിൽക്കണോ? ഒരു കയ്യമ്പിലാ തൂങ്ങണത്. ശിവ തീരെ ഇങ്ങടെ പറ്റാൻ്റെ ആയില്ലോ എന്നാലോചിച്ച് പിടിച്ച പിടിയിൽ നിന്ന് അങ്ങനെ തൂങ്ങുമ്പം അദ്ദേഹത്തിന് വല്ലാത്ത വിഷമൊന്നും പറയേണ്ടത്. ഇങ്ങനെ പിടിച്ചു നിൽക്കോണ്ടേ കൈ ഇങ്ങനെ വേദന. അപ്പൊ അദ്ദേഹം നിരീക്ഷിച്ചു. എനിക്ക് കൈയൊന്ന് മാറ്റി മറ്റേ കൈ മറ്റേ വള്ളിയിലേക്ക് പിടിക്കുക നിരീക്ഷിച്ചിട്ട് ഈ കൈ മറ്റേ കൈ കൊണ്ട് അപ്പുറത്തുള്ള വള്ളിയിലേക്ക് അങ്ങോട്ട് പിടിച്ചത് കുറേശ്ശെ ഓർമ്മയുണ്ട്. പിടിച്ചതൊരു തേനീച്ച കൂടുമ്പിലാണ്. തേനീച്ചോള്, കാട്ടിലെ തേനീച്ചോളല്ലേ. ഇവരിങ്ങനെ തപസ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ത്? ഭഗവാനെ മരിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ കുത്തിയിട്ട് ചാവാൻ തരാവണേ എന്ന് പറഞ്ഞ് ഭജിച്ചിരിക്കുമ്പോഴാണ് ആരെ പിടിക്കണത്? തേനീച്ചോള് ഇങ്ങോട്ട് കൂട്ടായിട്ട് ഇങ്ങോട്ട് കൂടളകി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തടങ്ങിയില്ലേ കുത്താൻ. നിന്നങ്ങോട്ട് കുത്തി നിന്ന് പരക്കം പാഞ്ഞ് കുത്താൻ തുടങ്ങിയപ്പോൾ തേനീച്ചോളുടെ റാണി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തേനീച്ചോളെ എല്ലാവരും കൂടി ഇങ്ങനെ പരക്കം പാഞ്ഞ് കുത്തണ്ട, വരിയായിട്ട് നിന്ന് കുത്തിക്കോളൂ. ആദ്യം കുത്തിയൊരു പിന്നാക്കം പോയി വരിയിൽ നിന്നോളൂ, എന്നിട്ട് ഇനി ഇവന്റെ ദേഹത്ത് പഴുതുണ്ട് വെച്ചാൽ പിന്നെയും കുത്താലോ എന്ന് പറഞ്ഞു. എന്താ ഒരടങ്ങി നിന്ന് കുത്തുക? എന്ത് ചെയ്യും? കുത്തിങ്ങനെ കൊള്ളന്നെ. കയ്യുമെന്ന് പിടുത്തം വിട്ടാൽ വണ്ടറിലേക്ക് പോകണം. പിടുത്തം വിടാൻ വയ്യല്ലോ, കുത്തുകൊള്ളല്ലേ വയ്യ. അങ്ങനെ എല്ലാ ദിക്കിലും കുത്തുകയാണേ. കുത്തിയിട്ട് ഓ ശിവ അങ്ങനെ തൂങ്ങി നിൽക്കണു. പിടുത്തം വിടാനും വയ്യ, എന്നാൽ കുത്ത് കൊള്ളാണ്ടിരിക്കാനും വയ്യ. കൊള്ളന്നെ സഹിക്കുക. കുറേ നേരം നിന്നു. അങ്ങനെ കുത്തിങ്ങനെ കൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം. അതിപ്പോ എന്താ? അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു താളം പിടിച്ച ശബ്ദം. നോക്കുമ്പോ എന്താ കഥ എന്നറിയോ? താൻ തൂങ്ങി നിൽക്കണ വള്ളി ഒരു കാട്ടലി വന്ന് മുറിച്ച് പകുതിയോളം മുറിച്ച് കഴിഞ്ഞിരിക്കണോ. കാട്ടലി ഇന്റർവെല്ലിൽ ചായ കുടിക്കാൻ പോയതാ. ഇപ്പൊ വന്ന ആദ്യേ മുറിക്കും. ശിവ മധ്യേ എത്ര വള്ളി വേറെ ഉണ്ട്, എനിക്ക് മുറിക്കരുത്. ഇതന്നെ താൻ തൂങ്ങി കിടക്കണ വള്ളി തന്നെ മുറിക്കണ കാട്ടലിയുടെ ഒരു കഥയില്ലായ അങ്ങനെ തൂങ്ങി കിടക്കുക. ഒന്നും പറയണ്ട. മുകളിലേക്ക് നോക്കിയാൽ പുലി, താഴേക്ക് നോക്കിയാൽ പാമ്പ്, ചുറ്റും നിന്ന് തേനീച്ചോളുടെ കുത്ത്, ദുരിതത്തിന്റെ ശക്തി ഒന്നും പറയണ്ട. ഈ ദുരിതം ഇങ്ങനെ കലശലായിട്ട് ഇരിക്കപ്പുറതി ഇല്ലാണ്ട് ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി വിഷമിച്ച് കഷ്ടത്തിലായിട്ട് കിടക്കുമ്പോഴും വള്ളി ഇങ്ങനെ മുറിക്കണ്ട എലി അപ്പോഴും പിടിച്ചത് എവിടെയാ? തേനീച്ചട കൂടുമ്പലല്ലേ. ആ തേനീച്ചട കൂടുമ്പൽ ഇങ്ങനെ മുറുക്കി പിടിക്കുക കാരണത്താൽ കുറേശ്ശെ തേൻ ഇങ്ങനെ കൈത്തണ്ടയമേ കൂടി ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ടേ. ആ വെപ്രാളത്തിന്റെ നടക്കും ഇവൻ എന്തേ ചെയ്തു വെച്ചോണ്ടോ, നാവും കിട്ടി നീട്ടിയിട്ട് ആ തേൻ ഹായ് എന്ന് പറഞ്ഞ് നക്കി നുണയാൻ തുടങ്ങി. ആലോചിച്ച് നോക്കൂ. രഘുഗണ, ഇതാണ് ലോകത്തിലെ സുഖം. രഘുഗണം പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. പറഞ്ഞു എന്ത്? ഇതാണ് ലോകത്തിലെ സുഖം. എന്താർത്ഥം മനസ്സിലായില്ല അല്ലേ? ഇതിന് ഭവാടവി ഒരു രൂപകാണ്. ഇതിന്റെ അർത്ഥം പറയുന്നത് എന്താ? ഭവാടവി ഈ ലോകം ഒരു കാടാന്ന് പറയും. ഈ ലോകമാണ് കാട്.
കാടെന്ന് പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ ജീവിക്കുന്ന ഈ ലോകത്തിനെയാണ്. ആ കാട്ടിൽ ചെന്ന് പെട്ടിട്ട് പൊട്ടക്കിണറ്റിൽ വീണു പറഞ്ഞില്ലേ? എന്തേ പൊട്ടക്കിണർ? ഗൃഹം. ഇനി പ്രഹ്ലാദൻ പറയും ഗൃഹമന്ധകൂപം. അന്ധകൂപം ഗൃഹം. അതിൽ പെട്ടാൽ പിന്നെ രക്ഷപ്പെടില്ല. ആ ഗൃഹമാകുന്ന കിണറ്റിൽ വീണാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടില്ല. എങ്ങനെ കയറി വന്നാലും പിന്നെ എനിക്ക് തന്നെ വീഴും. ഇപ്പം നമ്മൾ ഏതൊക്കെ നാട്ടിൽ പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ കിണറ്റിക്ക് തന്നെ എത്തും. എവിടേക്കാ ചെന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക്. ശരിയല്ലേ ഇത്? അങ്ങനെയാണ്. എന്താ ചെയ്യല്ലേ? അപ്പൊ ഈ അതിൽ ചെന്ന് പെട്ട് വീണ ആ വള്ളിയുമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണേ. മുകളിലേക്ക് നോക്കിയ പുലി, താഴേക്ക് നോക്കിയ പാമ്പ്. എന്നുവെച്ചാൽ അർത്ഥം? പാമ്പ് പുലി എന്നൊക്കെ പറഞ്ഞാൽ മരണം. എങ്ങോട്ട് പോയാലും പാമ്പിന്റെ കയ്യിൽ പെട്ടാൽ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവണത്? പുഷ്ടി ഉണ്ടാവണത്? മരണല്ലേ ഉണ്ടാവണത്? പുലിയുടെ കയ്യിൽ പെട്ടാലും മരണല്ലേ ഉണ്ടാവണത്? അതൊന്ന്. പിന്നെ വള്ളിയുമ്പിൽ തൂങ്ങി കിടക്കുമ്പോൾ തേനീച്ചോളുടെ കുത്ത്. എന്തേ തേനീച്ചോളുടെ കുത്ത് എന്ന് പറഞ്ഞത്? വല്ലതും മനസ്സിലായോ? കറണ്ടിന്റെ ബില്ല് ഒരു കുത്ത്, ഫോണിന്റെ ബില്ല് രണ്ടാമത്തെ കുത്ത്, ബാങ്കിലത്തെ കടലാസ് മൂന്നാമത്തെ കുത്ത്, ബാങ്കിലത്തെ ലോൺ ജപ്തിയുടെ കടലാസ് അതും. അപ്പോഴേക്ക് കോയമ്പത്തൂരിൽ നിന്ന് രണ്ടാമത്തോളുടെ കത്ത്, 2,50,000 ഉറുപ്പ്യ കൊടുത്തില്ല, പക്ഷെ അടുത്ത സെമിസ്റ്ററിൽ എന്നെ ക്ലാസ്സിൽ ഇരുത്തില്ല എന്ന്. അതും കത്തല്ല, കുത്ത്. അതൊക്കെ നേരെയൊക്കെ നമ്മളിങ്ങനെ വരുമ്പോഴാണ് അമ്മ കിണറ്റിൽ വീണു എന്ന് കേട്ടു. അത് വേറൊരു കുത്ത്. അമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി നേരെയൊക്കെ തിരിച്ചെത്തിയപ്പോഴാണ് കേട്ടു ഭാര്യ കൊട്ടത്തലത്തിൽ ഊര കുത്തി വീണു എന്ന്. അതിനെയും കൊണ്ടുപോയി ഒക്കെ നേരെ ശരിയാക്കിയിട്ട് അവസാനം തീർന്നുല്ലോ, ആ വിഷമങ്ങളൊക്കെ തീർന്നുല്ലോ എന്ന് നിരീക്ഷിച്ച് നമ്മളിങ്ങനെ ഒത്തിരി ആശ്വാസത്തിൽ റോഡിന്റെ പക്കത്തിൽ കൂടി സന്തോഷിച്ച് നടന്നു വരുമ്പോഴാണ് ആ ഓട്ടോറിക്ഷ നമ്മുടെ ഊരക്കൊരു കുത്ത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു നാട്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുത്തിനാ കുറവ് നമ്മുടെ നാട്ടില്. പല ജാതി എന്തൊക്കെ ജാതി കുത്തുണ്ട്. കുത്തിച്ചെന്തർത്ഥം? ഓരോ ദിവസവും പല. നമ്മുടെ വിചാരം ഇന്നലത്തോട് കൂടിയിട്ട് അത് തീർന്നു, ഇനി നല്ലൊരു ദിവസം, ഇന്നൊരു നല്ല ദിവസം. രാവിലെ ദോശ കഴിക്കേണ്ടവരെയൊക്കെ തിരക്കാറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തുടങ്ങുകയായി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അന്നും ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും ഇന്നിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ, നാളെ പറഞ്ഞോളൂ. ഇതൊക്കെ എല്ലാവരും വിചാരിക്കുന്നതല്ലേ. നാളെ മഹാകേമായ ദിവസമാണ്, നാളെയോ ഇതിലേറെ കഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ അറിഞ്ഞ ഇതിലും ഭേദം തോന്നിയിട്ടുണ്ടാവും. സാമാന്യമാണ് ബുദ്ധിച്ച തോന്നും. അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ സമ്പ്രദായം. ഇതാണ് കഥ. അങ്ങനെ ശരിയല്ലേ ഇത്? ഇങ്ങനെ ഓരോ ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ. അങ്ങനെ ഈ ദുരിതങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പാടും. അപ്പോഴാണ് നമ്മളെ വള്ളി മുറിക്കേണ്ട. എലി ആരാ? വള്ളി ചായുസാണേ. ആയുസിന്റെ വള്ളി ആരാണ് മുറിക്കുന്നത്? കാട്ടലി ചെന്താർത്ഥം? കാട്ടലി എന്ന് പറഞ്ഞാൽ കാലമാകുന്ന കാട്ടലി, ആയുസ്സാകുന്ന വള്ളി മുറിക്കണേ. മുറിച്ചൊരു നാരേ ഉള്ളൂ. അതും കൂടി മുറിച്ച എപ്പോഴോ അങ്ങോട്ട് കഴിപ്പിട്ട് പോകും. നോക്കൂ, ശരി, ഈ ഒന്നിനും ഒരു ഉറപ്പില്ല. എപ്പോഴും എന്തും എവിടെയും എങ്ങനെയും ആവാമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഈ വള്ളിയുമ്പിൽ മരണത്തെ നോക്കിയും കണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴും ആ തേൻതുള്ളി നുണയണേ ആ ഒരു കഥയില്ലേ, അതിൻ്റെ പേരാണ് സുഖം. അപ്പോൾ നമ്മൾ ഈ കഷ്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആസ്വദിക്കാനുള്ള സമയം കണ്ടാൽ വിടുക. ശരിയല്ലേ? ഇത് ഉണ്ണി ഉണ്ടായി വലിയ സന്തോഷം. നമുക്ക് ഉണ്ണി ഉണ്ടായി പറഞ്ഞ് ലഡു കൊടുക്കില്ലേ? ഇല്ലേ? ഇവിടേക്കൊന്നും കൊടുക്കാറില്ലേ? ഉണ്ടാവും. അപ്പം എല്ലാവരും കൊടുക്കണതല്ലേ? കൊടുക്കും. എത്ര ദിവസം കൊടുക്കും? ഒരു മാസമാ? അതന്നെ. അത് ഇവിടെ അങ്ങനെ തന്നെയാണല്ലേ. രാവിലെ പെറ്റാൽ വൈകുന്നേരം വരെ കൊടുക്കും. വൈകുന്നേരം പെറ്റാൽ പിറ്റേന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊടുക്കും. ഉച്ചയ്ക്ക് പെറ്റാൽ മിണ്ടില്ല, പിറ്റേന്ന് രാത്രി കൊടുക്കുള്ളൂ. ഒരു ദിവസമേ കൊടുക്കുള്ളൂ. ശരിയല്ലേ ഇത്? എന്താ കാരണം? ആ വലിയ സന്തോഷമായിട്ട് നമ്മൾ കൊണ്ട് അത് അപ്പളേ ഉള്ളത് കഴിഞ്ഞു. പണ്ടൊരു കാർന്നവര് 10-90 വയസ്സായി കാർന്നവര് എല്ലാവർക്കും ലഡു കൊടുക്കുക. എന്താ കാർന്നവരെ ചോദിച്ചു? എനിക്കൊരു 55 കൊല്ലം മുമ്പ് ഒരു ഉണ്ണി ഉണ്ടായി. കൊടുക്കുവോ? കൊടുക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്ത് ചെയ്യും? പണ്ട് കൊടുത്ത ലഡു കിട്ടിയാൽ തിരിച്ചു വാങ്ങുകയും ചെയ്യും. മകന്റെ സ്വഭാവം ആലോചിക്കുമ്പോൾ. ശരിയല്ലേ ഇത്? അതായത് ആ സന്തോഷം ആ ഒരു ദിവസമേ ഉള്ളൂ. അതിന് ശേഷം ആ സന്തോഷം ഇല്ല. റാങ്ക് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ മിഠായിയോ ലഡു ഒക്കെ കൊടുക്കും. എത്ര ദിവസം കൊടുക്കും? അന്നത്തെ ദിവസം കൊടുക്കും. അടുത്ത കൊല്ലം മറ്റേ കുട്ടിക്ക് കിട്ടിയാൽ നമ്മുടെ പേരെ ആരെയും പറയൂ? ശരിയല്ലേ? ഓണമായി, പിറന്നാളാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കൊണ്ടാടും. ഓണമൊക്കെ കേമായിട്ട് കൊണ്ടാടുന്ന എന്നിട്ട് പറയും ചെയ്യും, കാണം വിറ്റും. വെറുതെ ഓരോന്ന് വിൽക്കാൻ പോകണ്ട കേട്ടോ, അടുത്ത കൊല്ലം ഓണം ഉണ്ടാവും, വിറ്റതൊക്കെ പോവും. ശരിയല്ലേ ഇത്? അങ്ങനെയൊക്കെയാ പറയുന്നത്. എന്നിട്ടോ നമുക്ക് ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഓണം വല്ല 10-ാം തീയതി 12-ാം തീയതി ഒന്നും വരാൻ ഞാൻ മതിയായിരുന്നു. എന്താ കാരണം അറിയും? 10-ാം തീയതി 12-ാം തീയതി ഓണം വന്നാലേ ആ മാസത്തെ ശമ്പളം 10-ാം തീയതി തരും. എന്നിട്ട് മമ്മൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചാണകം കലക്കി മുറ്റത്ത് തേവണ മാതിരി അങ്ങാടി കൊണ്ടുപോയി അങ്ങോട്ട് തേവും. ഏത്? ആ കിട്ടിയ ശമ്പളം മുഴുവനും. ഓണമൊക്കെ കേമാവും. പിന്നെ 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി കൂടി കഴിഞ്ഞ് 12-ാം തീയതി മുതൽ 18 ദിവസം പിന്നീട് ആ മാസത്തിൽ ഗവൺമെന്റ് ചോദിക്കില്ല താൻ ചോറുണ്ടോ എന്ന്, ഓണം ഉണ്ടോ എന്ന് ചോദിക്കും.
അതിന് ശേഷം 12 ദിവസം ഉണ്ടോ ചോദിക്കുമോ? പറഞ്ഞതിനർത്ഥം മനസ്സിലാവണില്ലേ? അപ്പൊ നമ്മൾ ഈ ആഘോഷിക്കാൻ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ നല്ലോണം കൊണ്ടാടുന്നതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, ഇവിടെ അത്രയ്ക്ക് ദുരിതം ഉണ്ടെന്നാണ് ലോകത്തിലെ. അതുകൊണ്ടാണ് ഈ നിസാരായി അവിടെയും ഇവിടെയും പൊട്ടും പൊടിയും പോലെ ഈ കൂരിരുട്ടുള്ള സമയത്ത് മിന്നാമിനുങ്ങ് പോണ മാതിരിയാണ് എന്ത്, ഈ കൂരിരുട്ടുള്ള ദുരിതത്തിന്റെ ഇടയ്ക്ക് ഇത്തിരി സുഖം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതിൽ ഭ്രമിക്കണ്ട. എന്താ വെച്ചിട്ടോ, നമ്മൾക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ വീണ് കിടക്കുമ്പോൾ ഇതിലിങ്ങനെ തോന്നുകയാണ് ഇതൊക്കെ സുഖാണെന്ന് തോന്നുകയാണ്. വാസ്തവത്തിൽ സുഖം ഒട്ടകത്തിന്റെ മാതിരിയാണ്. ഇതിന്റെ മാതിരി നമുക്ക് ഒട്ടകത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഈ മരുഭൂമിയിലൊക്കെ ഈ മരുപ്പച്ച എന്ന് കേട്ടിട്ടുണ്ടോ? മുൾച്ചെടികളുണ്ടാവും, ഓരോ മുള്ളുള്ള ജാതി ചെടികളുണ്ടാവും. ഈ ഒട്ടകമാണെങ്കിൽ ഈ മുള്ളുള്ള ചെടി ഇങ്ങനെ തിന്നും ചെയ്യും. തിന്നുമ്പോൾ ഈ മുള്ള് ഇങ്ങനെ കുത്തിയിട്ട് ഇതിന്റെ വായ മുറിവാവും. മുറിവിന്റെ ഉള്ളിൽ കൂടി ചോരയും വരും. ഈ ചോരയും കൂട്ടിയിട്ട് അത് തിന്നുക. അത് വലിയ രുചിയിൽ തിന്നും ചെയ്യും. ഇത് തിന്നണത് അവനവന്റെ ചോര തന്നെയാണ്. അത് ദുരിതല്ലേ തിന്നണത്. അപ്പൊ അത് ആസ്വദിക്കും ആര്? ഇതുപോലെ നമ്മൾ ഈ ദുരിതാണ് എന്ത് ചെയ്യണത്? എപ്പോഴും ആസ്വദിക്കണം. അത് പണ്ട് പറഞ്ഞില്ലേ, ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. കുറേ നമുക്ക് ഈ ദുരിതത്തിൽ പറഞ്ഞ് പെട്ട അങ്ങനെ കുത്തിമറിഞ്ഞ് ശീലിച്ചാൽ പിന്നെ അതെന്താവും? അതങ്ങോട്ട് ശീലാവും. നമ്മൾ പറയാറില്ലേ, ഈ വെളിച്ചമില്ലാണ്ട് ഇറങ്ങി പുറപ്പെട്ടു, പടിപ്പര ഇങ്ങോട്ട് കറക്കുമ്പോൾ കൂരിരുട്ട്, പാടത്ത വരുമ്പത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണി കുത്തിയാൽ കാണാത്ത ഇരുട്ട്. പിന്നെ നമ്മൾ വരുമ്പത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി മെല്ലെ നടക്കാൻ തുടങ്ങിയപ്പം ഇപ്പൊ കുറേശ്ശെ വെളിച്ചണ്ടില്ലേ ചോദിച്ചു. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ ആ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കാണില്ല, ലെവലേശം കാണില്ല. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി കുറച്ചങ്ങനെ ചെന്ന് തുടങ്ങി എന്ത് കാണാൻ തുടങ്ങും? കുറേശ്ശെ. അതെന്താ? അതൊന്നും അല്ലാതെ വെളിച്ചം വരണതൊന്നും നമ്മൾ നാട്ടു വെളിച്ചം എന്നൊക്കെ പറയുന്നത്. നാട്ടു വെളിച്ചം വീട്ടു വെളിച്ചമൊക്കെ ഉണ്ടോ? നാട്ടു വെളിച്ചമല്ല, നമ്മുടെ കണ്ണ് ആ ഇരുട്ടിനോട് പരിചയപ്പെട്ടു എന്ന് അതിൻ്റെ അർത്ഥം. ഏതിനോടും നമ്മൾ എന്ത് ചെയ്യും? ഏത് ദുരിതത്തിനോടും. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുപോയി മഹാ കള്ളുകൂടിയാനായിരുന്നു. കല്യാണം കഴിച്ചു കൊണ്ടുപോയി അന്ന് തന്നെ കള്ളുകൂടിയും തല്ലും തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ഒരു മാസം ലീവ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. കഷ്ടി ഒരു മാസം 10 ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അതിൽ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കുറച്ച് ദിവസമൊക്കെ ഒരു ആശ്വാസം ഉണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം ശരിയല്ലേ? ഇതതില്ല, അന്ന് തന്നെ തുടങ്ങി. അന്ന് തന്നെ കള്ളു കുടിക്കുക, അടി തന്നെയുണ്ട്. അല്ല ജാതി അടിയാണ്. പെൺകുട്ടി ആരോടും പറഞ്ഞില്ല. ആരും പറയാനും? ആ കുട്ടി ജീവിച്ച എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാവുന്നു. ആരോടും ചോദിച്ചില്ല. അവനവൻ്റെ കുടുംബത്തിൽ പോകുമ്പോൾ ഈ അടിയുടെ കാര്യമൊന്നും പറയാറില്ല. അപ്പം അമ്മോട് പറഞ്ഞത് മോശമല്ലേ, എല്ലാവർക്കും കിട്ടേണ്ടതാവും ഇത് അടി എന്ന് വിചാരിച്ചു പാവാ പെങ്കടാവ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം എന്താണ്ടായി ചോദിച്ചാൽ ഇതെന്നും കിട്ടും അടി. കല്യാണം കഴിച്ചു വന്ന് അന്ന് തുടങ്ങിയതായി അടി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കള്ള് കുടിച്ചു വന്ന്, കള്ള് ലേശം അധികം കുടിച്ചു. ദേഹം വന്ന് ആ പടിപ്പരയുടെ കടന്ന് വിറ്റത്ത് വന്ന് അവിടെ ഇങ്ങോട്ട് വീണു. എണീക്കാനൊന്നും വയ്യണ്ടേ. അപ്പൊ അച്ഛൻ അങ്ങനെ കുറെ നേരം നോക്കി നിന്ന് ആ വീണെടുക്കണ സാധനം എണീക്കാനില്ല. ഒടുക്കെന്താ ചെയ്തു വെച്ചാൽ തല പൊന്തിക്കണൊക്കെ ഉണ്ട്, എണീക്കാനില്ല. അപ്പൊ അടുത്തേക്ക് ചെന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, അതിങ്ങോട്ട് കിട്ടി ചെക്ക് അങ്ങോട്ട് ഉറങ്ങായിരുന്നു എന്നും പറഞ്ഞു. ഏത് അടിയേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തരണം നോക്കിണ്ട് എണ്ണീക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു. ഈ അടി എന്ന് പറഞ്ഞത് രസമുള്ള കാര്യമല്ല, പക്ഷെ അത് പതിവായിട്ട് കിട്ടി ശീലായാൽ നമുക്കത് എന്താവും? ജീവിതത്തിന്റെ ഭാഗവും. എല്ലാ ദുരിതങ്ങളും ഇങ്ങനെയാണേ, നമ്മളൊക്കെ അനുഭവിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നതൊക്കെ ഇങ്ങനെ ശീലാവുകയാണേ. അതുകൊണ്ട് ലോകം എന്ന് പറഞ്ഞത് സന്തോഷമാണെന്നൊന്നും വിചാരിച്ച് പുറപ്പെടണ്ട. എന്തെങ്കിലുമൊക്കെ ആയിട്ട് രോഗോ ദുരിതോ ക്ലേശോ വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൽ വന്നു പെട്ടാൽ എന്ത് വേണ്ടു? അതാണ് ഭഗവാനെ ഭജിച്ച് മുമ്പിക്ക് പോയിക്കോളൂ. ഇതാണ് കഥ. അങ്ങനെ രഘുഗണനെ അതുകൊണ്ട് ഈ ലോകത്തിൽ ആസക്തി ഉണ്ടാവുമ്പം ഈശ്വര വിചാരത്തിലേക്ക് ചിന്ത ഉണ്ടാവില്ല. മനസ്സിരുത്തിയിട്ട് അങ്ങനെ എന്ത് ചെയ്യണം? ഭഗവാനെ ഭജിച്ചോളൂ. നീ രഘുഗണന് ഉപദേശമൊക്കെ കൊടുത്ത് ഭഗവാൻ ഈ മഹർഷി ഉണ്ടല്ലോ ജഡഭരതമുനി, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹമൊക്കെ വാങ്ങിയപ്പോൾ ജഡഭരതമുനിയുടെ മുമ്പിൽ തൊഴുത് നമസ്കരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? വലിയ സന്തോഷം. എന്താ കാരണം? കപില മഹർഷിയെ കണ്ട് ഉപദേശം വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടു. അപ്പൊ വേറൊരു വലിയ മഹാത്മാവിന്റെ മുമ്പിൽ എത്തിപ്പെട്ടുല്ലോ. അദ്ദേഹത്തെ തൊഴുതിട്ട് പറഞ്ഞു, സന്തോഷം, ഇതയിൽ അങ്ങേ കാണാൻ സാധിച്ചുല്ലോ. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യാം യേ ബ്രാഹ്മണ ഗാം അവധൂതലിംഗാശ്ചരന്തിദേഭ്യഃ ശിവമസ്തുരാജ്ഞാം. എല്ലാവർക്കും നമസ്കാരം. ആ ഗുരുനാഥനെ നമസ്കരിച്ചു. അങ്ങനെ ഗുരുനാഥൻ ഈ ജഡഭരതമുനി അദ്ദേഹത്തെ നല്ലോണം നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങിയിട്ട് ഇദ്ദേഹം മഹാരാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തേക്കും പോയി. ജഡഭരതമുനി അദ്ദേഹത്തിന്റെ സമ്പ്രദായത്തിലും പോയി. പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാലേ, നോക്കൂ, നിന്ദിക്കാനാണ് ആര് വന്നത്?
അല്ലെങ്കിൽ നിന്ദിച്ചും കൊണ്ടാണ് ഈ രഘുഗണൻ ആരുടെ അടുത്തേക്ക് വന്നത്? ഈ മഹർഷിയുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ നിന്ദിക്കാനായിട്ട് വന്ന ആ മഹാരാജാവിന് ഇപ്പം എന്താണ്ടായത്? മഹിമയുണ്ടായത്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്ദിക്കാനാണെങ്കിൽ പോലും നമ്മൾ ആശ്രയിക്കുന്നത് മഹാത്മാക്കളെ ആണെങ്കിൽ ആ മഹാത്മാക്കളെ കൊണ്ട് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? ഗുണം ഉണ്ടാവുള്ളൂ. നിന്ദിക്കാനാണെങ്കിൽ പോലും ആശ്രയിക്കുന്നത് മഹാത്മാക്കളാണെങ്കിൽ നന്മ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. രഘുഗണന്റെ മാതിരി. അപ്പൊ ഇത് കേട്ടപ്പോൾ രഘുഗണന്റെ കഥയൊക്കെ കേട്ടപ്പോഴാണ് പരീക്ഷിത് ചോദിച്ചു, ഇന്നലെ നമ്മൾ ഈ പ്രിയവ്രതന്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അദ്ദേഹം ഇങ്ങനെ ഭൂമിയിലൊക്കെ നടക്കുക കാരണത്താൽ തേരിൽ നടന്നിട്ടാണ് 7 തവണ ചുറ്റി നടന്നിട്ട് കുഴിയുണ്ടായി, വെള്ളം നിന്ന് കറലുണ്ടായി എന്നൊക്കെയുള്ള ചോദിച്ചു. പ്രപഞ്ചത്തിന്റെ ഗതി സമ്പ്രദായം എങ്ങനെയാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 7 14 ലോകങ്ങള്, മുകളിലേക്കും 7 കീഴ്പ്പെട്ടും 7. മുകളിലേക്ക് 7 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അങ്ങനെ മുകളിലേക്ക്. കീഴ്പ്പെട്ടാണെങ്കിൽ അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം എന്ന് പറഞ്ഞ കീഴ്പ്പെട്ട് 7. ഇങ്ങനെ 7 14 ലോകങ്ങൾ. ഈ ലോകങ്ങളുടെ നടുക്കിരിക്കുന്ന മധ്യലോകം ആണ് എന്ത്? ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഈ ലോകങ്ങളെന്നൊന്നും പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ലോകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കണ നമ്മുടെ അനുഭവ മണ്ഡലം. ലോകം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലമായിട്ട് ഏതെങ്കിലും ദേശങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ 50 ആൾ ഇരിക്കണമെങ്കിൽ 50 ആൾ 50 ലോകത്തുള്ളവരാ. 50 ലോകം ചെന്ന അർത്ഥം 50. അത് ലോകം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് പണ്ട് കണക്ക് പഠിപ്പിക്കണ മാഷ പറഞ്ഞില്ലേ, കുട്ടി താൻ ഏത് ലോകത്താ ചോദിച്ചു. കുട്ടി എണീറ്റിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടാളും ഒരു പഞ്ചായത്തിലല്ലേ മാഷ്. ഇത് ചോദിക്കില്ല. എന്താ കാരണം? കുട്ടി താൻ ഏത് ലോകത്താ ചോദിച്ചാൽ എന്താ അർത്ഥം? ചോദിക്കാറില്ലേ? അതേതോ ആലോചനയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ലോകം ചെന്ന അർത്ഥം ഓരോരുത്തരും ഓരോരോ നിലയിലായിരിക്കണം എന്നാണ് അർത്ഥം. അതാണ് ഈ ലോകം. അപ്പൊ നമ്മളെല്ലാവരും ഓരോരോ നിലയിലുള്ളവരാണ്. എല്ലാവരും ഒരു പിന്നെ ചില മേഖലയിൽ ഒരു നിലയിൽ വരുന്നേയുള്ളൂ. എന്നാലും ഇവിടുന്ന് പോയാൽ പിന്നെയും വേറെ നില തന്നെയാണ്. എന്താ നില പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാമ്പത്തിക നിലയും അല്ലെങ്കിൽ സാമുദായിക നിലയും ഒന്നും അല്ല പറയുന്നത്. മാനസികമായിട്ട് പല നിലയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അതിനാണ് ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയും, ലോക്യന്തേ ഭുജ്യന്തേ കർമ്മഫലാനി. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്ന സ്ഥാനത്തിനാണ് എന്ത് പറയുക? നമ്മുടെ ലോകം എന്ന് പറയുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഊർധ്വലോകങ്ങളും, അതല്ല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് അധോലോകങ്ങൾ, നരകാദി ലോകങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. നരകാദി ലോകങ്ങളെ. അപ്പൊ ഈ നരകാദി ലോകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ചു, പരീക്ഷത്ത് ചോദിച്ചു, ഭഗവാനെ ഗുരുനാഥ, നരകം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ സമ്പ്രദായം ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്തു, നരകങ്ങളെന്ന് പറഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യുന്നവർക്ക് ചെന്നിരിക്കാനും അവരുടെ ദുരിതങ്ങൾ അനുഭവിക്കാനും ഉള്ള കേന്ദ്രങ്ങളാണെന്നും പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്? നരകാനാമ ഭഗവൻ കിം ദേശവിശേഷാഹ. നരകം എന്ന് പറഞ്ഞാൽ വല്ല ദേശമാണോ? അഥവാ അല്ലെങ്കിൽ ബഹിസ്ത്രിലോക്യ, ഈ ത്രിലോകത്തിന്റെ പുറത്തുള്ള വല്ലതുമാണോ? ആഹോസ്വിൽ. ഇനിയിപ്പൊ അതും അല്ലാച്ചാൽ അന്തരാള ഇതി. ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉള്ളതാണോ ഈ നരകം എന്ന് പറയുന്നത്? അപ്പൊ പറഞ്ഞു, അന്തരാള ഏവ ത്രിജഗത്യസ്തു. ഇവിടെയൊക്കെ തന്നെ ഉണ്ട് നരകങ്ങളൊക്കെ. നരകം എന്ന് പറഞ്ഞ അർത്ഥാവനവും ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള സ്ഥലങ്ങളെയാണ്. എന്നിട്ട് 10-28 ജാതി നരകങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തൊക്കെ നരകങ്ങള് അവിടെ പറയും? താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീഭാഗം, കാലസൂത്രം, അസിപത്രവനം, സൂകരമുഖം, അന്ധകൂപം, കൃമിഭോജനം, സന്തംശം, തപ്തസൂർമി. ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും, ഇതൊന്നും മുമ്പ് കേട്ടില്ല, കുട്ടിയൊക്കെ അച്ഛ പേര് ഇടും ചെയ്തു എന്നൊക്കെ തോന്നിപ്പോ. നല്ല ഭംഗിയുള്ള പേരാണ്. പേരിനൊക്കെ ഭംഗിയുണ്ട് വെച്ചാൽ സംഗതി അത്ര രസമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. എന്താ അത്? ഓരോന്നോരോന്ന് പറയട്ടോ. ഇപ്പൊ ഈ നരകങ്ങൾ ഇങ്ങനെ കുറേശ്ശെ പറയുമ്പോഴേ കേൾക്കണവർ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അത് ചെയ്യുന്നവരാണെന്നും നമ്മളത് ചെയ്തുകൊണ്ട് കേൾക്കുന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ചെയ്യുന്നവരായതുകൊണ്ടൊന്നുമല്ല പറയുന്നത്. ഈ നരകത്തേക്ക് പോണത് ഏതേത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് മനസ്സിലാക്കി വെച്ചാലേ നമ്മളൊക്കെ ആ വേണ്ടാത്തരം ചെയ്യാണ്ട് ഒഴിഞ്ഞു പോവാലോ. കള്ള് ഷാപ്പിലേക്കുള്ള വഴി ഏതാണെന്ന് മനസ്സിലാക്കുക, അമ്പലത്തേക്കുള്ള വഴി ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. അമ്പലത്തേക്കുള്ള വഴി മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഇല്ലേ? അമ്പലത്തേക്കുള്ള വഴി മനസ്സിലാക്കേണ്ട ഇടയ്ക്കൊന്ന് പോയി തൊഴുതു പോരാലോ മനസ്സിലാക്കി വെച്ചാല്. കള്ള് ഷാപ്പിക്കുള്ള വഴി മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? ഇടയ്ക്കൊന്ന് വൈകുന്നേരം പോയി അതിനല്ല. എന്തിനാ മനസ്സിലാക്കണത്? അബദ്ധത്തിൽ പോലും ആ വഴി പോയിട്ട് അവിടെ എത്തരുത്, അവിടെ എത്തിപ്പോവരുത്. അത് അവിടേക്കുള്ള വഴിയാണെന്ന് അറിഞ്ഞാൽ അതാ നമ്മൾ ആ വഴി പോകാം. അല്ലെങ്കിൽ കള്ള് ഷാപ്പിക്കുള്ള വഴി അത് നമുക്ക് ഒഴിവാക്കാനാണ്. എന്താ
ഒന്ന് അറിഞ്ഞ് ഒഴിവാക്കാനും ഒന്ന് അറിഞ്ഞ് സ്വീകരിക്കാനാണ് നമ്മൾ നല്ലതും അറിഞ്ഞിരിക്കണം, ചീത്തയുടെ സമ്പ്രദായം അറിഞ്ഞിരിക്കണം. ചീത്ത അറിഞ്ഞ് ഒഴിവാക്കാനും നല്ലത് അറിഞ്ഞ് മനസ്സിലാക്കാനും. മനസ്സിലായില്ലേ? പാമ്പ് എന്താ, കയറെന്താ നിസ്സണ്ടാവണം. എന്നാലേ കയറ് ആവശ്യത്തിന് എടുക്കാനും പാമ്പിനെ ആവശ്യമില്ലാത്തതിനെ കളയാനും ഒഴിവാക്കി നടക്കാനും പറ്റുള്ളൂ. നല്ലതും ചീത്തയും മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിന് ആദ്യത്തെ നരകത്തിന്റെ പേര് കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു നോക്കാട്ടോ. അത് പറയും താമിശ്രം എന്ന് പറയും. ഈ താമിശ്രത്തേക്ക് പോകുക ആരാ ചോദിച്ചാൽ ഈ അന്യന്റെ ഭാര്യാപുത്രാദികളൊക്കെ ഉപദ്രവിക്കുക, നിന്ദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അവർക്ക് പോകാനുള്ള നരകമാണ് ഈ താമിശ്രം, അന്ധതാമിശ്രം. ഏതാണ്ട് ഒരേ ജാതിയാണ് രണ്ട് നരകങ്ങളാണ്, താമിശ്രം, അന്ധതാമിശ്രം. അവർ ചെറിയ സംശയം തോന്നി, എന്തിനു ഒരേ ജാതി പാപം ചെയ്യുന്നവർക്ക് രണ്ട് ജാതി നരകം ഒന്ന് പോരെയെന്ന്. ശരിയല്ലേ ഇത്? പോരായൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളതിൻ്റെ കമ്മിറ്റിയിലൊന്നും ഇല്ല. അതിൻ്റെ കമ്മിറ്റിയിലൊന്നും നമ്മളില്ല. നമ്മളതിൻ്റെ ചുമതലയൊന്നും ഇല്ലാത്ത നമുക്കത്ര അങ്ങനെ പറയാനൊന്നും ശരി. ഒരു അഭിപ്രായം ആർക്കും പറയാമല്ലോ. അതിൻ്റെ അഭിപ്രായം പറയാം. എന്താ വെച്ചോ, അതായത് ചിലപ്പോൾ പണ്ടൊക്കെ ഒരു നരകം ഉണ്ടായി എന്ന് വരുള്ളൂ. പിന്നെ ഈ തിക്കും തിരക്കൊക്കെ കൂടുമ്പോൾ നമ്മൾ സൗകര്യം വർദ്ധിപ്പിക്കില്ല. അങ്ങനെ കൂട്ടി 2 എണ്ണം 3 എണ്ണം ഒക്കെ ആക്കിയതും ധാരാളം പേര് അങ്ങോട്ടാണല്ലോ പോണത്, അതുകൊണ്ടാവും. പിന്നെ 3ാമത്തെ നരകം രൗരവം എന്ന് പറയും. ഈ രൗരവത്തേക്ക് ആരാ പോകുകയെന്ന് അറിയൂ? രൗരവത്തേക്ക് പോണവരെങ്ങനെയാ ചോദിച്ചാൽ മറ്റുള്ള ജന്തുക്കളെ കൊല്ലണം. ജന്തുജീവജാലങ്ങളില്ലേ, ഞാൻ എൻ്റെ എന്നുള്ള അഹന്തയോട് കൂടി എന്നെക്കാളും ചെറുതാണ്, എന്നെക്കാളും ബലം കുറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോന്നിനെ കയ്യും കാലും കെട്ടി വെച്ചിട്ടും വെള്ളാണ്ടിയൊക്കെ കൊല്ലണില്ലേ ഓരോ ജന്തുക്കളെ. അങ്ങനെ ജന്തുക്കളെ കൊല്ലണവർക്ക് പോകാനുള്ള നരകമാണ് എന്താ ഈ പറയുന്നതായ രൗരവ നരകം. ഈ രൗരവ നരകത്തേക്ക് പോയാൽ എന്താ പ്രത്യേകത ചോദിച്ചാൽ, നമ്മൾ ഇത്തവണ ഏത് ജന്തുവിനെയാണോ അങ്ങോട്ട് കൊന്നത് ആ ജന്തു അടുത്ത തവണ നമ്മൾ ഇങ്ങോട്ട് കൊല്ലും. അങ്ങനെയാ. ഇത്തവണ നമ്മൾ കൊന്നു കുട്ടികളോ, കുഴപ്പമൊന്നുമില്ല, അടുത്ത തവണ നമ്മൾ കുപ്പായ ഒരു നിന്ന് കൊടുത്താൽ മതി. കുപ്പായം നമ്മൾ വരണ്ട, അവർ ഊരിക്കോളും. ശരിയല്ലേ? ഇത് എന്നുവെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയും. നമ്മളിപ്പം ഈ അങ്ങാടിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ അമ്പലത്തേക്ക് വരുന്ന സമയത്ത് അങ്ങാടിയിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതൊക്കെ ഒന്ന് കെട്ടി തൂക്കിയതിൻ്റെ പേരെന്താണ്? എന്താ പേര്? ആർക്കും അറിയില്ല. പേര് പറഞ്ഞ ലേശം പറയേണ്ടതാണ്. പേര് പറഞ്ഞില്ലേ പറയില്ല. കെട്ടി തൂക്കിയിട്ട് കണ്ടില്ലേ, കൊന്നിട്ട് ഓരോന്നിനെ കെട്ടി തൂക്കിയിട്ടത് എന്തായാലും പറയാം നമ്മള്. മാംസം എന്നാ പറയുക അല്ലേ? എന്താ ഈ മാംസം എന്നുള്ള വാക്ക്? മാംസ എന്നാണ് അതിൻ്റെ വാക്ക്. സംസ്കൃതത്തിൽ മാംസ എന്നാ പറയുക. ഈ മാംസ എന്നതിന് പേരുണ്ടായത് എങ്ങനെയാണെന്നറിയോ? സംസ്കൃതം പഠിച്ചവർക്ക് വേഗം മനസ്സിലാവും. മാം സഹ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ത്? മാം ച എന്നെ, സഹ് അവൻ എന്നാണ്. അത് മനസ്സിലാവില്ല. അത് ചെറിയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. മനസ്സിലായില്ലേ? ചില വിട്ട ഭാഗങ്ങൾ പൂരിപ്പിച്ച വേഗം മനസ്സിലാവും. എന്താ വിട്ട ഭാഗങ്ങൾ? അതായത് ഈ കെട്ടി തൂക്കിയതിൻ്റെ കടയുടെ മുമ്പ് പോയി നിൽക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു സാധന പറയുന്നത്. അവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുക, ഇത്തവണ ഇതിനെ ഞാൻ കൊന്ന് പറഞ്ഞോളൂ, കൊന്നു തിന്നു അല്ലേ? അടുത്ത തവണ മാം എന്നെ സഹ് അവൻ കൊന്ന് തിന്നും. അതാണ് മാംസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇത്തവണ അവനെ ഞാൻ കൊന്നു തരാക്കി, അടുത്ത തവണ മാം എന്നെ സഹ് ഈ ജന്തു കൊന്നു തിന്നുന്ന്. ഒന്നും പേടിക്കാനില്ല. അങ്ങനെയാണ്. നമ്മളെന്തിനാ കൊന്നു തിന്നണത്? അത് നമ്മുടെ ഇടയിൽ കൊന്നു തിന്നും. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ, ഈ ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? പൊതുവേ ഈ മാംസാഹാരത്തിനൊന്നും വലിയ പുണ്യത്തരം പറയില്ല. തിന്നണവർ തിന്നോട്ടെ എന്നല്ലാതെ കൊണ്ടാടി വലിയ ഗയമായിട്ടൊന്നും പറയില്ല. തിന്നണം, മിണ്ടാണ്ട് തിന്ന ആയിക്കോട്ടെ, നമ്മൾ ആക്ഷേപമൊന്നും പറയാറില്ല. എന്നാലും വലിയ മഹിമയാണെന്നും പറഞ്ഞിട്ട് കൊണ്ടാടാറൊന്നുമില്ല. അങ്ങനത്തെ സമ്പ്രദായക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ ഹിന്ദുക്കളെ കുറിച്ച് പറയുകയാൽ ഒന്നിനെയും അഹിംസാ പരമോ ധർമ്മ, ഒന്നിനെയും അനാവശ്യമായിട്ട് ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാറില്ല, അങ്ങോട്ട് പോയിട്ട് ഉപദ്രവിക്കാറില്ല. കാട്ടിലെ ജന്തുക്കളെ മഹർഷിമാരൊക്കെ കാട്ടിൽ പോയി താമസിക്കുന്ന ജന്തുക്കളെ കൊന്നിട്ടാ അവർ ജന്തുക്കളുടെ കൂടെ താമസിക്കുന്നത്. എന്താ അങ്ങനെയാണ്. ഒരു സർവ്വഭൂത സൗഹൃദമാണ് നമ്മുടെ പതിവ്. അപ്പം ഈ മാംസാഹാരം അത്ര കേമൊന്നുമില്ല കേട്ടോ. പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചൊന്നും വേണേ ലേശം ഒന്ന് പറയാം. ചിലപ്പം ഈ ആളുകളൊക്കെ അറിയാണ്ട പോയി തിരുമേനി അതുകൊണ്ട് പറ്റി എന്ന് അങ്ങനെ പറയരുതല്ലോ. അതുകൊണ്ട് പറയട്ടോ എന്ന് പറയുന്നു. ഈ മാംസാഹാരം മഹാകേമാണെന്ന് പറയും നമ്മുടെ ഇടയിൽ. ഇപ്പം ഒരു സമ്പ്രദായം. പണ്ടൊക്കെ ഇത് കഴിക്കണവരെ എപ്പോഴെങ്കിലുമൊക്കെ കുറേശ്ശെ കഴിക്കുള്ളൂ. കഴിച്ചോട്ടെ, വിരോധമൊന്നുമില്ല. അവരെപ്പോഴും ഒന്നും പതിവൊന്നും ഉണ്ടായിരുന്നില്ല. വിശേഷത്തിനൊന്നും എന്ത് ചെയ്യില്ല, എപ്പോഴെങ്കിലും ഒരു മോഹം തോന്നുമ്പോൾ കഴിക്കണ സമ്പ്രദായക്കാരല്ല. അതൊരു തീരെ കഴിക്കില്ല, മറ്റൊരു അങ്ങനെയല്ലേ കഴിച്ചാറ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാറ്റിനും വിശേഷങ്ങൾക്കൊക്കെ ഇതാണ് പതിവേ. ചില ദിക്കിലൊക്കെ പോയാൽ ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ ഈ വിശേഷാലൊക്കെ ഉണ്ടാവില്ലേ, കൃഷ്ണാഷ്ടമി, പിറന്നാള്, ചാത്തം, പിന്നെ എന്താ കുട്ടികളെ 28ാമത്തെ ദിവസമല്ലേ ആ പരിപാടി. അതിനൊക്കെ ആയിട്ടിനും ഇപ്പം ഇതാണ് പതിവേ. വലിയ കേമായിട്ട് കൊണ്ടു നടക്കുകയാണ്. മഹാഭാവിയോള് നശിച്ചു പോവാൻ വേറെ വല്ലതും വേണോ? അറിവുള്ളവരത് കണ്ട് ചിരിക്കുകയാണ്. നാളെ ഇന്നത്തെ ഈ ആർഭാടം നാളത്തെ നാശാനെ. ഉപ്പ് വെച്ച കലം പോലെ. ഉപ്പ് വെച്ച കലം പറഞ്ഞാൽ മനസ്സിലാവൂ അങ്ങനെ പറഞ്ഞാലേ?
മണ്ണിൻ്റെ കലത്തിൽ ഉപ്പ് വാരിയിട്ട് സംശയം ഉണ്ടെങ്കിൽ വൈകുന്നേരം മുമ്പ് ഒരു കലം വാങ്ങിയിട്ട് ഒരു ഉപ്പ് വാരിയിട്ട് പോയി അടുത്ത മാസം പോയി നോക്കിക്കോളൂ. കലം ഉണ്ടാവില്ല, ഉപ്പ് കാണാൻ പോലും ഉണ്ടാവില്ല. കലം തല്ലി പൊട്ടിച്ചാൽ പൊട്ടിച്ച കഷ്ണെങ്കിലും നമുക്ക് ഏത് കാലം കാണാം. ശരിയല്ലേ? ഇത് കലം തല്ലി പൊട്ടിച്ചാലേ ആ തല്ലി പൊട്ടിച്ച കഷ്ണങ്ങളൊക്കെ അവിടെ ഏത് കാലത്തും എടുത്ത് കളയാത്തോടത്തോളം കാലം അവിടെ ഉണ്ടാവും. പക്ഷെ കലത്തിൽ ഉപ്പ് വാരിയിട്ടാൽ എന്താണ്ടാവണത്? ഉപ്പ് അലിയും, കലം ദ്രവിക്കും. അലിഞ്ഞ ഉപ്പിന്റെ വെള്ളത്തിൽ കലം ഒലിച്ചങ്ങോട്ട് പോകും, കാണുന്നില്ല. ആ ദ്രവിച്ച് നശിച്ചു പോകും. അങ്ങനെ സാധനം ഉണ്ടായി എന്നൊരു തെളിവ് പോലും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അതിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ടാത്തതിന് പോകുമ്പം കഴിക്കണവർ കഴിക്കാണ്ടിരിക്കുക ചെയ്തോളൂ. പക്ഷേ ഇല്ലെങ്കിൽ തന്നെ ലോകത്തിൽ ദുരിതം ഇഷ്ടം പോലെ ഉണ്ട് കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേണം ഈ ആകാശത്തിൽ കൂടി പോണതിന് കോണി വെച്ച് പിടിക്കാൻ നിൽക്കണം. ഇല്ലെങ്കിൽ തന്നെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ പാവങ്ങൾ പല ജാതി അറിഞ്ഞോ അറിയാണ്ടൊക്കെ നമുക്ക് വന്ന് വിടുന്നുണ്ട്. അതെ, അതുകൊണ്ട് ചെയ്യരുത്. എന്താന്ന് വെച്ചാൽ വലിയ അപകടം. ഇപ്പൊ ഈ പല ദിക്കിലായി ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഈ ഓണത്തിനും വിഷുവിനൊന്നും പതിവില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ? ചില ദിക്കിലൊക്കെ ഉണ്ട്. പേടിക്കണ്ട, വന്നോളും. അങ്ങനെയല്ലേ ഇപ്പൊ വരുന്നത്? ഓരോ തോന്നിയാസങ്ങൾ ഓരോ ദിക്കിന്ന് വന്ന് കൂടിയിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിലെത്തി പറഞ്ഞത്. പല ദിക്കിലും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പിറന്നാളിന്, ശ്രാദ്ധത്തിന്, അതുപോലെ വിവാഹങ്ങളൊക്കെ, ഗൃഹപ്രവേശം ഒന്നും പറയണ്ട. ഇതിനൊക്കെ ഉണ്ട് ഇപ്പം ഈ ജാതി അന്തല്യായ സമ്പ്രദായങ്ങളെ. എന്താ ചോദിച്ചാല് നമ്മളിപ്പോൾ ഒരു കാര്യം ചുരുക്കത്തിൽ പറയാം. ഏത് ജന്തുവിനെ നമ്മൾ കൊല്ലുമ്പോഴും രണ്ട് തരത്തിൽ അതിനെ മനസ്സിലാക്കണം. ഒരു ജന്തുവിനെയും കൊന്നതുകൊണ്ട് നന്മ ഉണ്ടാവില്ല. ഇത്തിരി ശാസ്ത്രീയമായിട്ട് പറയാച്ചാലേ നമ്മുടെ ശരീരത്തിന് വിപരീതമായ എന്ത് കടന്നു വന്നാലും അതിനെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളിക്കളയും. രോഗാണു വന്നാലും കണ്ണിലേക്ക് കരട് കയറി ഒരു പൊടി പോയാൽ എന്ത് ചെയ്യും? കണ്ണിലങ്ങോട്ട് വെള്ളം നിറയും. ആ വെള്ളത്തിന്റെ കൂട്ടത്തിൽ എന്താ അങ്ങോട്ട് പോവും? കരടങ്ങോട്ട് പോവും. കണ്ടിട്ടില്ലേ? അതൊരു ശരീരത്തിന്റെ പ്രവൃത്തിയാണ്. മൂക്കിക്ക് പ്രാണി പോയാൽ എന്ത് ചെയ്യും? പറഞ്ഞൊരു തുമ്മല, അതിൽ പ്രാണിയും പോവും, ചിലരുടെ മൂക്കും പോവും. ശരിയല്ലേ? ഇത് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാ തുമ്മണത്? ആ ശക്തിയിൽ ആ ശ്വാസവായുവിന്റെ പെട്ടെന്നുള്ള തള്ളി വരുന്ന ശക്തിയിൽ എന്ത് പോണം? അത് പ്രാണി അകത്തേക്ക് കയറിയിട്ട് ശരീരത്തിന് ഇഷ്ടമായില്ല. അതാണേ. ശരിയല്ലേ? ഇത് ഇപ്പം നമുക്ക് പ്രാണിയൊന്നുമല്ല, പൊടിയൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ. തുമ്മിയാലൊന്നും പോവാത്ത ജാതിയിൽ പൊടി കയറിയാൽ പിറ്റേന്നാൾ എന്താവും? ജലദോഷ. എന്താ കാരണം? നോക്കി ഇങ്ങനെ വലിക്കും. ശരിയല്ലേ? ഇത് നമ്മൾ പറയും ഇന്നലെ കുറച്ച് പൊടി പൊടി കൂടി പോകുന്നതിൻ്റെ ശേഷം അത് ദണ്ണാന്ന വിചാരം. ദണ്ണല്ലത്. ശരീരത്തിന്റെ ശ്വാസകോശത്തിന്റെ ഉള്ളിലൊക്കെ പറ്റിപ്പിടിച്ച വക്കത്തൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കണ മണ്ണും പൊടിയും പല ജാതി ഒക്കെ ഉണ്ടാവില്ലേ? അതിനെയൊക്കെ പുറത്തേക്ക് കളയാൻ ശ്വാസകോശത്തിന്റെ ഉള്ളിലെ ആ ഭിത്തി ഉണ്ടാവും, ഉൾഭിത്തി ഇങ്ങനെ ഒരു സ്രവം ഇങ്ങനെ ശരീരം പുറത്തേക്ക് എടുക്കും. ആ സ്രവത്തിന്റെ ശക്തിയിൽ ഇത് മൂക്കിക്കൂടി ഒലിച്ചിങ്ങനെ ഇങ്ങോട്ട് പോകും. നോക്കൂ ശരീരത്തിന്റെ പരിപാടി. ഈ ശരീരത്തിനുള്ളിലേക്ക് ഒരു രോഗാണു കയറി വന്നാൽ ആ രോഗാണുവിനെ പുറത്തേക്ക് കളയാൻ ശരീരം ഒരു വിഷാംശം സ്വയമേവ ഉണ്ടാക്കും. ആ വിഷാംശത്തിന്റെ ശക്തിയിൽ ഈ രോഗാണു ഒന്നുകിൽ ചത്തുപോവും, അല്ലെങ്കിൽ രോഗാണു ഓടിപ്പോവും. എന്തായാലും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. പിന്നെ ഈ വിഷാംശം രക്തത്തിലില്ലേ, ആ വിഷാംശത്തിനെ കരളും വൃക്കയും കൂടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും ശുദ്ധീകരിക്കും. ഈ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം രോഗമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മുടെ കൂടെ വന്നയാൾക്ക് രോഗം പിടിച്ചു, നമുക്ക് പിടിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? രണ്ടാളുടെ ഉള്ളിലേക്ക് രോഗാണുമൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇത്ര ശക്തി ഇല്ല, ആയതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു. നമുക്കൊരു ശക്തി ഉള്ളതുകൊണ്ട് പിടിച്ചു. അതിനെ രോഗപ്രതിരോധ ശക്തി എന്നൊക്കെ നമ്മൾ പറയുക. ഒക്കെ പറയാനായിട്ടല്ലേ ഡോക്ടർമാര്. ഇതാണ് കഥ. ഇത് എപ്പോഴും ഉണ്ടേ. അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് വിപരീതമായതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ്. അങ്ങനെ നോക്കിക്കോളും. ഇപ്പോൾ ഒരു ജന്തുവിനെ കൊല്ലാൻ പുറപ്പെടുന്ന കുട്ടികൾ, എല്ലാ ജന്തുക്കളുടെ ഉള്ളിലുള്ള പ്രവൃത്തിയത്. ഒരു ജന്തുവിനെ കൊല്ലാൻ പുറപ്പെടുമ്പം ആ ജന്തു മരിക്കും എന്ന് ഉറപ്പായാൽ തൻ്റെ മരണത്തെ ഇല്ലേണ്ടാക്കാൻ ശരീരത്തിൽ എന്ത് പുറപ്പെടും? ഈ വിഷാംശം പുറപ്പെടും. അപ്പൊ ഇതിനെ അങ്ങോട്ട് കൊല്ലും. ചത്ത ജന്തുവിന്റെ ഉള്ളിൽ പിന്നെ ഈ രക്തം ശുദ്ധീകരിക്കില്ല. ആ വിഷാംശ രക്തത്തിലൊക്കെ അങ്ങനെ കിടക്കും. വിഷാംശം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണ ആ ഒരു വിഷഭാവല്ലേ, അത് രക്തത്തിൽ ഒക്കെ മാലിന്യമായിട്ട് കിടക്കും. ആ മാംസാണ് നാട്ടുകാർ കൊണ്ടുപോയി തിന്നണത്. എന്നിട്ടാണ് പിറ്റേന്നാൾ ആസ്പത്രിക്ക് പോണത്. കുറ്റം പറയല്ല, ആരെയും കുറ്റം പറയില്ല. ഇതൊക്കെ ഡോക്ടർമാര്, വിദ്വാൻമാര്, മെഡിക്കൽ കോളേജിലെ വലിയ വലിയ വിദ്വാൻമാരായ ഡോക്ടർമാര്, പരിചയക്കാര് ധാരാളം ഉണ്ട്. അവര് പറയുന്നതാണ്. അവർ പറയും എന്നിട്ട് ഈ വസ്തുക്കൾ തിന്നിട്ടേ ഇല്ലെങ്കിൽ ആസ്പത്രിയിൽ പോയി നോക്കൂ. അവിടെയൊക്കെ കിടക്കുന്നവരുടെ ഭക്ഷണ രീതി എന്താണെന്ന് ചോദിച്ചു നോക്കും. 99% എന്തായിരിക്കും? ഈ മാംസാഹാരത്തിന്. ഈ പണ്ടൊക്കെ ഡോക്ടർമാർ പറഞ്ഞായിരുന്നു അത് കഴിക്കും, ഇത് കഴിക്കും, മാംസം കഴിക്കും. ഇപ്പൊ പറയും കഴിക്കാണ്ടിരിക്കും. ഇപ്പൊ തിരിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് കഴിക്കാണ്ടിരിക്കാൻ നല്ലത്, മറ്റേത് കഴിക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് പറയുന്നില്ലേ? എന്താ കാരണം? അവർക്ക് വിവരം വന്നു തുടങ്ങി. പുതിയ പഠനങ്ങൾ വന്നു തുടങ്ങി. ഗവേഷണങ്ങൾ പലതും നടക്കുന്നുണ്ട്. പണ്ടത്തെ മാതിരി ഒന്നുമില്ല. സയൻസ് അവിടെ ഇരിക്കുകയല്ലല്ലോ, അങ്ങനെ ഗവേഷണമല്ലേ. അതുകൊണ്ടാണ് ഈ മാംസാഹാരത്തിന് വലിയ ശാസ്ത്രീയമായിട്ടൊന്നും വലിയ പ്രാപ്തിയൊന്നും
അതിനില്ല. ഒന്നത്. പിന്നെ നമുക്ക് ഇത്തിരി ധാർമ്മികമായിട്ട് ചിന്തിക്കുമ്പോൾ ഏത് ജന്തുവിനെ കൊല്ലുമ്പോഴും അതിനത് ഇഷ്ടാവില്ല. നമുക്ക് ഇഷ്ടമാണ് നമ്മളെ കൊല്ലണത്. നമ്മളെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. എന്നിട്ടും കൊല്ലുന്നേ ഉള്ളൂ എന്ന് കണ്ടാൽ ഇവൻ കൊല്ലേ ഉള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ ഒരു തരത്തിലും പറ്റില്ലേ. ആ കൊല്ലണോനെ നോക്കിയിട്ട് നമ്മൾ പറയും, നീ നിന്റെ വംശം നശിച്ച പോട്ടെ എന്ന് ശപിക്കോ ഇല്ലേ? ശപിക്കാണ്ട പോരുമോ? അതറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എങ്ങനെയെങ്കിലും. മലയാളി മലയാളത്തിൽ, ബംഗാളി ബംഗാളിയിൽ, ഹിന്ദിക്കാരൻ ഹിന്ദിയിൽ. ഏത്ത ഭാഷ. ജന്തുക്കളാണെങ്കിലോ അവർക്ക് ഭാഷയില്ലെങ്കിലും അവരുടെ ശാപത്തിന് ശക്തി കൂടും. എന്താ കാരണം? അവർക്ക് വികാരം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നമ്മുടെ മാതിരി ഭാഷ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റായതുകൊണ്ട് ജന്തുക്കളുടെ ശാപത്തിന് അത്യന്തം ശക്തിയാണ്. അതുകൊണ്ടാണ് പണ്ട് മുത്തശ്ശിയൊക്കെ പറയാറുണ്ട്, 3-4 ശാപം വാങ്ങാണ്ട നോക്കണം. ഏതാ 3-4 ശാപം? ഒന്ന് ഗുരുശാപം, ഒരിക്കലും വാങ്ങരുത് ഗുരുശാപം. രണ്ടാമത്തേത് ബാലശാപം, ചെറിയ കുട്ടികളുടെ ബാലശാപം. മുന്നേ സ്ത്രീ ശാപം, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊന്നുള്ളതാണ് ഈ മിണ്ടാപ്രാണികളുടെ ശാപം. 4 ശാപങ്ങളും അപകടം എന്നാ പറയുക. അത് ഒഴിച്ചു മാറ്റാൻ പറ്റില്ല 4 ശാപങ്ങൾ. അതിൽ ഈ മിണ്ടാപ്രാണികളുടെ ശാപം കലശല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജന്തുവിനെ കൊല്ലുമ്പം ആ ജന്തു നമ്മളെ ശപിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ഈ മാംസാഹാരം ഉണ്ടാക്കുമ്പോഴേ ചിന്തിച്ചോളൂ, കല്യാണം ചെന്ത. കല്യാണം എന്ന് പറയില്ലേ നമ്മൾ? ആ വാക്കോട്ട് എന്താ ഉദ്ദേശിക്കണത്? മംഗളകർമ്മം എന്നല്ലേ ഉദ്ദേശിക്കണത്, അല്ലേ? മകൻ വേളി കഴിച്ചുകൊണ്ടുവരാ, മംഗളകർമ്മം. പിന്നെ കുട്ടിയെ കൊടുക്കണോ ഒരു കുടുംബത്തേക്ക്, മംഗളകർമ്മം. എന്താ മംഗളം വെച്ചാൽ ഇപ്പം നമ്മുടെ മകൻ വേളി കഴിച്ചു കൊണ്ടുപോകുന്നു വെച്ചാൽ അർത്ഥം എന്താ? വംശം ഇങ്ങനെ പുഷ്ടിപ്പെട്ട് വർദ്ധിച്ച് കേമായ ഐശ്വര്യവും മംഗളകർമ്മമാണ്. കുട്ടിയെ വെള്ളിഴിച്ച് കൊടുത്താലോ ആ കുട്ടിയെ കൊടുത്തതിക്കലും എന്താവും? നമ്മുടെ മകളുടെ വശമായിട്ട് ആ വംശം വർദ്ധിച്ച് നന്മയായിട്ട് കേമായിട്ട് ഐശ്വര്യമായിട്ട് വരും. ഇതല്ലേ ഉദ്ദേശിക്കണത്? മംഗളകർമ്മമാണ്. അതുകൊണ്ടാണ് കല്യാണം മംഗളം ശുഭം. കല്യാണം വെച്ചാൽ മംഗളം വെച്ചാൽ ശുഭം. അതുകൊണ്ട് ഈ വടക്കോട്ടൊക്കെ പോയ, വടകര തലശ്ശേരി ഭാഗത്തൊക്കെ പോയ കല്യാണം എന്നല്ല പറയും, മംഗലം എന്നാ പറയാറ്. മംഗലല്ല, മംഗലം കഴിഞ്ഞി എന്ന് പറയും. ചെന്തർത്ഥം കല്യാണം കഴിഞ്ഞു എന്ന്. മംഗളം എന്നുള്ള വാക്കിന് നാട്ടുഭാഷയിൽ പറയുമ്പോൾ മംഗലം എന്നാവുന്നത്. മംഗലം വെച്ചാൽ മംഗളകർമ്മം, പുണ്യകർമ്മം, ഐശ്വര്യകർമ്മം എന്നാ വാക്കിന്റെ അർത്ഥം. ഏത് നാട്ടിലായാലും ഉദ്ദേശ്യം ഒന്നാണെന്ന്. ഭാഷ വാക്ക് വേറെ പറഞ്ഞോളൂ, കാര്യം ഒന്നാണ്. ഈ മംഗളം ഐശ്വര്യം നന്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് പുറപ്പെട്ടിട്ട് നമ്മൾ ചെല്ലുമ്പം അവിടെ ഈ ജന്തുക്കളെയൊക്കെ കൊല്ലുമ്പോൾ എന്താ ഉണ്ടാവണത്? ഒരു ജന്തുവിനെ കൊല്ലുമ്പോൾ ആ ജന്തു വിചാരിക്കും, കല്യാണത്തിന് കൊല്ലുമ്പോഴേ ആ ജന്തു വിചാരിക്കാവോ ഈ ചെറുപ്പക്കാരൻ കാരണല്ലേ, ചെറുപ്പക്കാരത്തി കാരണല്ലേ എൻ്റെ ജീവൻ പോണത്, നശിച്ചു പോട്ടെ നീയെ, ശപിക്കും. എന്നിട്ട് അത് ചാവുക. അപ്പോൾ 10 കൊന്നാലോ 10 കൂടി ശപിക്കും. 100 കൊന്നാൽ 100 കൂടി ശപിക്കും. ഒന്നും പറയേണ്ട കേട്ടോ, മണ്ണടിഞ്ഞ് പോവും. നോക്ക്, ജന്തുശാപം എന്നൊക്കെ നമ്മൾ വെയിൽ വെറുതെ കൊണ്ടാലും വലിയ വിഷമമൊന്നുമില്ല. ഒരു ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അടിയിലെ കടലാസ് നുറുക്കിയിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്കും, എന്തുണ്ടാവും? ലെൻസ് വെച്ചിട്ട് ആ വെയിലത്തേക്ക് ലെൻസ് വെച്ചു, കടലാസ് പുകഞ്ഞ് കത്തും. വെയിലത്തിട്ട കടലാസ് കത്തുമോ? എല്ലാം കൂടി ഒരു ദിക്കിലേക്ക് വരുമ്പം കത്തിക്കാൻ പ്രാപ്തി ഉണ്ട് വെളിച്ചത്തിന്, വെയിലിൻ്റെ വെളിച്ചത്തിന് എന്നാണ്. ഇതുപോലെ ഈ ശാപങ്ങളെല്ലാം കൂടി വന്ന് നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് പണ്ടത്തെ മാതിരിയൊന്നും അല്ലല്ലോ. ബന്ധങ്ങൾക്കൊക്കെ വല്ല കഥയുണ്ടോ? പണ്ടൊക്കെ ഇന്നത്തെ മാതിരി കെട്ടി മറിഞ്ഞും കുത്തി മറിഞ്ഞിട്ടൊന്നും കല്യാണം കഴിച്ചത് കണ്ടിട്ട് ഉണ്ടാവില്ല. ആ മണ്ഡപത്തിൽ നോക്കിയാൽ അവൻ കാണും മുണ്ട് കിടന്നി. എന്നാൽ തന്നെ നല്ലോണം നോക്കി കാണാം. അന്നത്തെ മാതിരി വായും പൊളിച്ച് നോക്കണ ഏർപ്പാടൊന്നും അന്ന് ഇല്ല. മുത്തശ്ശനൊക്കെ എങ്ങനെയില്ലേ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വെള്ളി കഴിഞ്ഞപ്പോൾ കണ്ടോ? അവിടുന്ന് അത്രേ കണ്ടത്. മുത്തശ്ശി രാവിലെ അമ്പലത്തിൽ നിന്ന് തൊഴുത് വരുമ്പോൾ മിറ്റടിക്കാൻ വന്നുള്ള പണിക്കാരത്തിയാ പറഞ്ഞത്, ഇന്ന് ഇവിടുത്തെ ആണില്ലേ എന്ന്. വേളി അല്ലേ? അപ്പോഴാണ് അറിയണത് പെങ്കടാവ്. മുത്തശ്ശൻ വലിയ കാരണവര് പറഞ്ഞപ്പോൾ എന്നാ ഉണ്ണിയെ തട്ടുകൊടുത്തോളോ. എന്താ വിശേഷം? തടങ്ങാൻ ക്രിയക്ക്. എന്ത് ക്രിയക്ക്? വേളി ക്രിയക്ക്. അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവരിപ്പോഴും സന്തോഷമായിട്ട് വലിയ അപകടമൊന്നും ഇല്ലാതെ ലഹളയൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടിപ്പോണ്ട്. ശരിയോ തെറ്റോ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഓരോ ബന്ധങ്ങൾ എങ്ങനെയുള്ള ബന്ധങ്ങളാണ്? ശരിയല്ലേ? ഇത് 15-ാമത്തെ വയസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ തോണ്ടിയിട്ട്. പിന്നെ കോളേജിൽ പോയിട്ട് തോണ്ടിയും മാന്തിയും തുടങ്ങി. പിന്നെ കോളേജിൽ നിന്ന് മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ അങ്ങനെ എല്ലാ ഉപ്പുന്നും കുഴിയും കാടും കടലും വെക്കും, പുഴയും കാര്യവും ഒക്കെ നല്ലോണം വിഷണ്ടാവും വൈകുന്നേരം വരെ. ഇത് വൈകുന്നേരം വന്നാൽ ആ പടിഞ്ഞാറ്റിയുടെ ചുമരും ചരിയും തോണ്ടി നമ്മൾ ആ ബന്ധം നിലനിർത്തിയത്. അങ്ങനെ അഹോരാത്ര ബന്ധമാണ്. എന്ത് ബന്ധം? പകല് മുഴുവനും ഉണ്ട് ബന്ധം, രാത്രിയിലും നമ്മൾ ആ ബന്ധം ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുന്ന ബന്ധം ഇത്രയും കാലം കഴിഞ്ഞു. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണേ. എന്നിട്ട് കല്യാണം കഴിഞ്ഞത് 35-ാമത്തെ വയസ്സിലാണ്. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ മകൾ ഇങ്ങോട്ട് വരുന്നു. പാടത്തെ വരമ്പത്തിൽ കൂടി കുടയും പിടിച്ച് വരിക. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താ കുട്ടിയുണ്ടായേ ചോദിച്ചു. മകള് പറഞ്ഞു, ഇപ്പോഴാ അച്ഛാ മനസ്സിലായത് എന്നും പറഞ്ഞു.
20 കൊല്ലമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത്. ഒരാളെ മനസ്സിലാക്കാൻ 15-20 കൊല്ലമൊക്കെ വേണോ? അപ്പം മനസ്സിലാവായ അല്ല അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ജാതി ശാപങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതായ ദുരിതങ്ങളും പിന്തുടർന്ന് വരിക. പിന്നാക്കം അനുഭവിക്കേണ്ട പോകുമോ? സന്താനമില്ലായ രോഗാദി ദുരിതങ്ങൾ, തമ്മിൽ ചേരായ കണ്ടാമിണ്ടായ ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെ പോണത് കണ്ടാൽ ചിറ്റി എടുത്ത് പോണതൊക്കെ കണ്ടാൽ നല്ല ഭംഗിയൊക്കെ ഫോട്ടം പിടിക്കാൻ തന്ന, എന്നിട്ട് അതിന് ചിരിപ്പിക്കാൻ പറ്റിയാൾ പറഞ്ഞ പാട് എടുക്കണോനെ അവന് പേടിയാവുകയാണ് ഇത് കണ്ടിട്ടേ. നാട്ടുകാരും പേടിക്കില്ല, അതുകൊണ്ടാണ് ചിരിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ ചിരിയൊക്കെ ചിരിച്ച് നിൽക്കണത് കണ്ടാൽ കൃത്രിമത്വം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? ഈ ജാതി ശാപങ്ങൾ കാണുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നന്നെങ്കിലും. പണ്ടൊരു അമ്മ പറഞ്ഞതാ, തിരുമേനി എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടിയിട്ട് 6 മാസമായി. അമ്മയും അയാളും കൂടെ ഒന്നിച്ചാൽ താമസിക്കുന്ന, മക്കളെയൊക്കെ കൊടുത്തു, പ്രായണ്ടേ 10-15 വയസ്സുണ്ടെന്നിട്ടാ പറയുന്നത്. ഇല്ല അതിനേക്കാൾ നല്ല പൂജപ്പര ജയിലിലേക്ക് പോയത്, അവിടെ മിണ്ടി പറയാനേക്കാളുണ്ടോ? എന്ത് ശരിയോ തെറ്റോ? ഇതോ ജയില് അതോ ജയില്? ഏതാ ജയില്? ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ, 2 ആളേ ഉള്ളൂ, പരസ്പരം മിണ്ടാതെ ഒരു വലിയ വീടിൻ്റെ ഉള്ളില്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉള്ളത് എത്രയുണ്ട് നമ്മുടെ നാട്ടില്. ശരിയോ തെറ്റോ? ശരിയല്ലേ? അങ്ങനെ ഇരിക്കണം. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കാരണം ഇത്തരം ശാപങ്ങളൊക്കെ ആവും. അതിനിങ്ങനെയുള്ള വേണ്ടാവൃത്തിക്കൊന്നും പുറപ്പെടരുത്. നമ്മൾ ഈ നരകങ്ങളെക്കുറിച്ച് കേൾക്കണതൊന്നും വെറുതെ നേരം പോക്കനല്ല. അവനവൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കി കണ്ട് പിടിച്ചോളൂ. അതുകൊണ്ട് കല്യാണങ്ങൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ജാതി മാംസം വെട്ടി മുറിച്ച് കൊടുത്തിട്ടൊന്നും പുറപ്പെടരുത്. മഹാപാതകാണ്. വിട്ടൊഴിയാതെ പിന്നാക്കം നടക്കും.